സോ വെരി ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും ക്രിസ്റ്റൽ എജുഹബിലേക്ക് സ്വാഗതം. സോ ഓൾ കേരള സിവിൽ സർവീസിന്റെ ഒരു ഫ്രീ വർക്ക്ഷോപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, സോ ഇന്നത്തെ പ്രോഗ്രാം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഇൻഫോം ചെയ്തതുപോലെ ടോക്ക് വിത്ത് ടോപ്പർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ക്രിസ്റ്റൽ എജുഹബിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഏകദേശം ചില കാര്യങ്ങൾ കഴിഞ്ഞൊരു ദിവസത്തിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ 3 മാസം മുന്നെയാണ് ക്രിസ്റ്റൽ എജുഹബ് മലബാർ ഫോക്കസ് ചെയ്തിട്ട് സിവിൽ സർവീസിന്റെ ഒരു ആസ്പിരൻസിനെ ഒരു കൾച്ചർ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടെ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിപ്പോരുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ടോക്ക് വിത്ത് ടോപ്പർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ലാസ്റ്റ് മന്ത് നമ്മൾ ഏകദേശം ലാസ്റ്റ് മന്ത് 8-ാം തീയതി ആയിട്ട് നമ്മൾ ഹസൻ ഹുസൈദ് എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് ടോപ്പറുമായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തവരായിരിക്കും പലരും. ഇന്ന് നമ്മളോട് കൂടെ ഈ ടോക്ക് വിത്ത് ടോപ്പർ സെഷനിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് 2020 സിവിൽ സർവീസ് ജേതാവായിട്ടുള്ള ടോപ്പറായി വന്നിട്ടുള്ള ദീന ദസ്തഗീർ ആണ്. ദീനയും ഞാനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഞങ്ങൾ ബാച്ച്മേറ്റ്സ് ആണ്, ഒരുമിച്ച് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ഒരേ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. മറ്റൊന്ന്, നമ്മുടെ ക്രിസ്റ്റൽ എജുഹബിലേക്ക് നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആവശ്യത്തോടു കൂടെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ആകണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സപ്പോർട്ടും ചെയ്തിട്ടാണ് ദീന ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ബാക്കി നമുക്ക് ദീനയുടെ സംസാരത്തിന് ശേഷം ആരംഭിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആയിട്ടുള്ള ദീന ദസ്തഗീർ മാഡത്തെ സ്വാഗതം ചെയ്യുകയാണ്. സോ ദീന, വെൽക്കം ടു ക്രിസ്റ്റൽ എജുഹബ്. Thank you so much, Safwan. Audible ആണോ? Am I audible? Yeah, audible ആണ്. Yeah. Okay. So good evening all. Very happy to be joining you today. എന്താണ് സഫ്വാൻ ആസ് പറഞ്ഞതുപോലെ തന്നെ ഞാനും സഫ്വാനും ബാച്ച്മേറ്റ്സ് ആണ് ആൻഡ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. സോ സഫ്വാൻ എന്നോട് ഇങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ഓൾസോ എക്സൈറ്റഡ്, എസ്പെഷ്യലി മലപ്പുറത്തുള്ള ആസ്പിറൻസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു നല്ലൊരു ടു ബ്രിങ് ഇൻ ദാറ്റ് കൾച്ചർ ഓഫ് സിവിൽ സർവീസസ്, ആ ഒരു ആസ്പിറേഷൻ കൊണ്ടുവരാൻ ആസ്പിറൻസ് സഫാൻ പോലുള്ളവർ നടത്തുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഐ തിങ്ക് ഇറ്റ്സ് റിയലി കമൻഡബിൾ. അതിലൊരു ഒരു പാർട്ടാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സോ ഞാൻ എന്നെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. സം ഓഫ് യു ഡോണ്ട് നോ മീ. അപ്പം മൈ നെയിം ഇസ് ദീന ദസ്തഗീർ. ഇത്തവണത്തെ UPSC സിവിൽ സർവീസ് എക്സാം 2020 63rd റാങ്ക് ആയിരുന്നു. ഞാൻ ആക്ച്വലി ഫ്രം ട്രിവാൻഡ്രം. ഇപ്പം ഞങ്ങളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഇതെന്റെ 3rd അറ്റംപ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ഇന്റർവ്യൂ സ്റ്റേജ് വരെ ഐ ഹാഡ് റീച്ച്ഡ് ദ ഇന്റർവ്യൂ സ്റ്റേജ്, ബട്ട് കുറച്ച് മാർക്കുകൾക്ക് ജനറൽ കട്ട് ഓഫ് മിസ്സായിപ്പോയി. ആൻഡ് എൻ്റെ ഓപ്ഷണൽ വാസ് ജോഗ്രഫി ആൻഡ് ബേസിക്കലി ഐ ആം എൻ എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ്. കോളേജ് കഴിഞ്ഞപ്പോൾ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഓഫർ ഒക്കെ കിട്ടിയതാണ്. ബട്ട് ദെൻ സിവിൽ സർവീസ് എന്നത് ഒരു ബാല്യകാല സ്വപ്നമായപ്പോൾ ഐ ഹാഡ് ഇറ്റ് വാസ് മെയ്ഡ് അപ്പ്. ഞാൻ മനസ്സുണ്ടാക്കി എന്തായാലും കോളേജ് കഴിഞ്ഞ പാടെ സിവിൽ സർവീസിന് പഠിക്കാൻ ഇറങ്ങുന്നു. സോ ദിസ് ഇസ് അബൌട്ട് മീ. So I think we'll keep an interactive sessions of fun. I would sure. I would please feel free to ask questions. അതെ നമ്മൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദീനമേട എപ്പോഴും എന്നോട് സൂചിപ്പിക്കുകയാണ്, പിള്ളേർക്ക് എന്താണ് ചോദിക്കാനുള്ളത്, ലെറ്റ് ദം ആസ്ക് എന്നാണ് എപ്പോഴും പറയാനുള്ളത്. സോ നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങള് ഒരു ജേതാവിനോട് തന്നെ ചോദിച്ച് വാങ്ങിക്കുന്ന സമയത്ത് കിട്ടാവുന്ന ഒരു ഇൻസ്പിറേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. ആ ഒരു സെൻസിൽ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ദീന അവരുടെ ജേണിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. 3rd അറ്റംപ്റ്റിലാണ് സർവീസ് കയറിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള വാലിഡ് ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആരെയും ചോദിക്കുന്നോ? നമ്മൾ തുടങ്ങുന്നോ? യു കൻ ആസ്ക് യുവർസെൽഫ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. പേര് പറഞ്ഞോളൂ. സോ ഐ കൻ ഇന്ററാക്ട് വിത്ത് യു. ഓക്കേ, എൻ്റെ പേര് നീനു. ഞാൻ 9th പഠിക്കുന്നു. ഞാൻ ക്രിസ്റ്റൽ എജുഹബിന്റെ ഒരു സ്റ്റുഡന്റും കൂടെയാണ്. ഓക്കേ, ഗ്രേറ്റ്. ഓക്കേ, പറഞ്ഞോളൂ നീനു. ഓക്കെ, അപ്പം മാം നമ്മളിപ്പോൾ എന്ത് പഠിക്കുകയാണെങ്കിലും, ഇപ്പോൾ പ്രിപ്പറേഷൻ ആണെങ്കിലും അത് സ്കൂൾ ലെവൽ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും നമ്മുടെ കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എങ്ങനെ കുറയ്ക്കാം? I think procrastinate ചെയ്യാനുള്ള ടെൻഡൻസി is basic human tendency. I think we tend to procrastinate. I think അതെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്.
but procrastination should not be too much that it will affect your goal. Okay. So consistent ആയിട്ട് ചെയ്യുക എന്നുള്ളത് I think one thing that as I said procrastination ഒരു human tendency ആണ്. So what makes things better is that നമ്മുടെ വർക്കിനെ like whatever work we do, it's not only civil service exam. നമ്മൾ വീട്ടിൽ കാണുന്ന കാര്യം തന്നെയല്ല. Let's not make it very എന്താ ഭയങ്കര ഒരു വലിയ സയൻസ് ആയിട്ടൊന്നും എടുക്കണ്ട. നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസ് ചെയ്യുന്ന കാര്യം തന്നെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പേരൻസ് അച്ഛനും അമ്മയാലും ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ട് അല്ലേ? They even plan their work. രാവിലെ എണീറ്റിട്ട് ഇത് ചെയ്യണം. So why do we plan our work? So that we avoid procrastination. അല്ലേ? So I think one important aspect to avoid procrastination is that you plan your work properly. And plan in such a way that നമ്മളുടെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്യുക. വേറൊരു വ്യക്തി ചെയ്തത് കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. So I think planning is one good way to avoid procrastination, number one. Number two is that you be quite sincere to what your goal is. നമുക്കൊരു ഗോൾ ഉണ്ടാവും. എന്ത് ഗോൾ ഉണ്ടാവും അല്ലേ? So Nino, you are a 9th standard student. So I think in the sense 11th and 12th ഏത് ബ്രാഞ്ച് എടുക്കണം, you might have a goal. And then after that graduation എന്ത് ചെയ്യണം, you have a goal. And now since you are a civil service aspirant as well, you have another goal, right? So whatever be your goal, be quite sincere to what you do. I think that is very important aspect. നമ്മുടെ job ഇതിൽ sincere ആയിരിക്കണം. See, I have in this civil services preparation journey met many students, like എൻ്റെ കൂടെ aspirants ആയിരുന്നവരും, now even I'm teaching. So സ്റ്റുഡൻസിലും ഞാൻ കാണുന്നുണ്ട്. So that really two categories of people. One who are quite serious about their preparation, but some of them are not really. Okay. So I think sincerity in our preparation is very important. So I think these two can help you avoid procrastination. Thank you, ma'am. Thank you. Hello. Yes, Shanti, right? Hi, ma'am. Hello. Hi, ma'am. ഞാൻ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുവാണ്. Okay. ഓക്കെ മാം, എൻ്റെ ഒരു ഡൗട്ട്, ഈ നമ്മൾ പഠിക്കുമ്പോൾ റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ഈ കുറേ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമിന്റെ റിവിഷൻ സ്ട്രാറ്റജി ഒന്ന് ഷെയർ ചെയ്യുമോ? എങ്ങനെയാ അത് റിവിഷൻ ചെയ്തോണ്ടിരുന്നതൊക്കെ? Okay. As you said, revision is very, very important. See, your exam, if you know, especially with respect to the main stage, I hope you know how the main stage is, right? Namukku 9 papers undu, right? We are writing 9 papers, and some days you are writing 6 hours continuously. Alle, continuously means 3 plus 3, right? രാവിലെ ഒരു 3 മണിക്കൂർ പേപ്പർ കാണും, പിന്നെ ഒരു 3 മണിക്കൂർ അടുത്ത പേപ്പർ കാണും. And you know, 3 മണിക്കൂറിൽ 20 ക്വസ്റ്റ്യൻ എഴുതി തീർക്കണം. And if you are not writing 1 or 2 questions, it's like ഒരു വളരെ intense competition അല്ലേ? So you are not writing it, എന്താണ്, you are yourself pushing, നമ്മളെ തന്നെ നമ്മളെ റേസ് നിന്ന് പുറത്താക്കുകയാണ് അല്ലേ? So I think where revision becomes important is that ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് ആ ഒരു ഹാൻഡ് ടു ഒരു ബ്രെയിൻ ടു ഹാൻഡ് സർക്യൂട്ട് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാൻ റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സീ ദാറ്റ് ഇസ് one of the many elements which students really underestimate. Okay, I always say that first thing, read only that many number of sources. I repeat, read only that many number of sources that you can really revise. The basic tendency amongst aspirants, I think Safwan will agree with me because he is a mentor, I'll agree with me that കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഒരുപാട് സോഴ്സസിന്റെ പിറകെ ഓടും അല്ലെ, ഒരുപാട് കമ്പൈലേഷൻസ്, ഒരുപാട് ബുക്സ്, റൈറ്റ്? ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഇത് ഈ പറയുന്ന ബുക്കുകളും കാര്യങ്ങളും അടുത്ത ഒരു എക്സാം പെർസ്പെക്റ്റീവ് റിവൈസ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. സോ വാട്ട് യു ഡു ഇസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് റീഡിങ് 1 book 10 times, you are reading 10 books once. Yeah. So what happens, I'll give you my personal example, right? This ഞാൻ ചെയ്ത ഒരു കോഴ്സ് കറക്ഷൻ ആണ്. As I said, in my previous attempt I had made till the personality test, and ഈ അറ്റംപ്റ്റിൽ I got the 63rd rank. Trust me, this was one course correction I did. That was, I revised my notes properly. Trust me, കഴിഞ്ഞ അറ്റംപ്റ്റിലും ഈ അറ്റംപ്റ്റിലും ഞാൻ പഠിച്ച നോട്ട്സ് സെയിം തന്നെയാണ്. I had my own set of notes. ആ നോട്ട്സ് തന്നെയാണ്. But then what different I did this time was to revise it properly. Trust me, I had revised my whole set of notes, be it optional or GS, at least thrice. Al prelims inavate, mains avate, it was possible. Adana njan cheyda oru course correction ennu parayunna, and happily that worked out. So revision is very important. Adine revise cheyan first cheyenda karyam, as I said, read only that many number of sources that you can revise. Second is, I believe that what you can do is write good short notes. That's where note making becomes very important. നമ്മളുടെ കയ്യിൽ ഒരു set of notes. See, I'll show you something. I brought something for you. See, I was teaching, so I'm in the table, but then I'll show you. See,
എൻവയോൺമെന്റ് എക്കോളജിന്റെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ എന്റെ നോട്ട്സ് ആണ് ഇത്. ഞാൻ എഴുതി തയ്യാറാക്കി വെച്ച എന്റെ നോട്ടാണ്. ഇഫ് യു കെൻ സി ഐ ഹാവ് ഡൺ ഓൾ ദിസ്. സോ ഇത് ഇത്രയും ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ എൻവയോൺമെന്റ് എക്കോളജിന്റെ ടോപ്പിക് എന്നുള്ളതാണ്. ഓക്കെ, ട്രസ്റ്റ് മീ, ഇത് ഉണ്ടാക്കാൻ, ഈ നോട്ട് ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്നു. ബട്ട് വൺസ് ദിസ് നോട്ട് വാസ് മെയ്ഡ്, എന്താണ്, ഇത് തന്നെയായിരുന്നു എന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെ ഒക്കെ my one go-to source for that biodiversity topic. See, note making in the importance in the manner, firstly it makes your concepts clear. Secondly, it is a very good tool for you to revise effectively. Okay, so I think that is where this is the manner in which you can revise, and please do not underestimate the necessity of revision. I repeat, because revision in the manner, what I'm saying might sound a bit cliche, but trust me, idu kutigale cheyilla. But see, I've been through this process. I've been in this journey for 4 years. I've seen this mistake ഞാനും ചെയ്തതാണ്, and I have paid the price. Trust me, last time exam, I think Safwan last time mains പോയപ്പോൾ there was one question, Safwan on Gandhiji, ഒരു 15 marks question ഉണ്ടായിരുന്നു മെയിൻസിന്. Trust me, I felt like slapping myself in the exam hall, because എന്റെ നോട്ട്സിലുള്ളതായിരുന്നു. ബട്ട് I felt അയ്യോ ഇത് ഞാൻ റിവൈസ് ചെയ്തിരുന്നെങ്കിൽ I could have written better എന്നൊരു ഫീലിംഗ് എനിക്ക് കോൺസ്റ്റന്റ്ലി കഴിഞ്ഞ മെയിൻസ് ഉണ്ടായിരുന്നു. ദ ഓൺലി തിങ് ഐ വോണ്ട് ടു ഡു ദിസ് ടൈം ഇൻ ദ മെയിൻസ് വാസ് അങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ദാറ്റ് എന്റെ കയ്യിൽ എന്റെ അലമാരിക്കകത്തിരിക്കുന്ന നോട്ട് ഞാൻ വായിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് റിട്ടൺ ദാറ്റ് ആൻസർ ബെറ്റർ. മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് വാട്ട് അഗൈൻ ഐ എം ടെല്ലിംഗ്, ഇത് നിങ്ങൾക്ക് ക്ലീഷേ ആയിട്ട് ഫീൽ ചെയ്യും, ബട്ട് റിവിഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദാറ്റ്. അതെ അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എല്ലാവരും ആരൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സോഴ്സ് കീപ്പ് ചെയ്യുക. റിവൈസ് ഇറ്റ് മാക്സിമം ദാറ്റ് യു ക്യാൻ ഡു. I know revision is going to be a boring process. Trust me, it's going to be a boring process. നിങ്ങൾ പഠിച്ച സാധനത്തിന് 3-4 തവണ വായിക്കുന്നത് ബോറിംഗ് ആണ്. ബട്ട് സി യാർ, എക്സാം ക്ലിയർ ചെയ്യുന്നതിനെക്കാട്ടിലും രസമുള്ള കാര്യമല്ലല്ലോ, അതിന് കൂടുതൽ രസമുള്ള കാര്യമല്ലോ. സോ കീപ് ദാറ്റ് വേ. ഓക്കെ, സോ യാ, ദാറ്റ്സ് ദ വേ ഇറ്റ് ഷുഡ് ബി. സോ യാ ഗൈസ്, പ്ലീസ് റിവൈസ് ചെയ്യുക. ആൻഡ് റിവൈസ് ചെയ്യാനുള്ള എളുപ്പ മാർഗം എന്ന് പറയുന്നത് ഐ തിങ്ക് നോട്ട് മേക്കിംഗ് ക്യാൻ ഹെൽപ്പ് യു. മാം, നോട്ട് മേക്കിംഗ് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോ NCERT 6th to 12th വായിക്കുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, ബട്ട് സ്റ്റിൽ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും നോട്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ 6th to 12th നമ്മളിപ്പോ NCERT വായിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ വീണ്ടും ഷോർട്ട് നോട്ട്സ് ആക്കി എഴുതുവോ? അങ്ങനെയാണോ മാം ചെയ്തത്? I just want to know how you did it. Okay, you want to know how I did it? See, this is one frequent question I get. See, let me clear one misconception to all of you. Since Shanti asked this question, let me clear. I was actually trying to address this. See, there is actually I think a misconception regarding note making. Guys, see, note making is not something ningalde UPSC endana has not telling has a requirement to write the exam. You prelims in your mains in your hall ticket release cheyan vendi requirement aayittu parayna karyamalla note making. See, many of you become very worried about note making, that endo bhayangara important aayidana. See, understand it logically. Note making എന്തിനാണ് ചെയ്യുന്നത്? Your notes are for you to revise and for you to recreate in the exam, for you to clear the exam. അല്ലേ? I put in the other way. നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനാണ് ഓരോരുത്തർ ഇവിടെ ഇരിക്കുന്നത്. എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ എന്താണ്? എക്സാമിൽ പഠിച്ച സാധനം റീക്രിയേറ്റ് ചെയ്യണം. പഠിച്ച സാധനം റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നോട്ട്സ് വേണം. സോ ദിസ് ഇസ് ദ നെസസിറ്റി ഓഫ് നോട്ട്സ്. സോ സി, ഞാൻ വീണ്ടും പറഞ്ഞു, read only that many sources and write notes in such a way that you can revise. See, your question, Shanti, whether you want to make notes on NCERT or not. See, that is a very person specific option. I would personally say that do not write notes of everything you read. See, at the end of the day, നിങ്ങൾ വർഷ അവസാനം എക്സാം എഴുതാൻ പോകുമ്പോൾ if you write note of each and everything you read, it may not be feasible for you to revise. Does that make sense? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ your intention is to revise, your intention is to recreate. So understand, നമ്മൾ എല്ലാത്തിനെയും നോട്ട്സ് എഴുതാൻ പോയാൽ will it be feasible for you to revise? Will it be? Not really, right? So what I wish to say is that make notes only for those areas where it's like, you know, on those areas which you really want to revise. If you ask me whether I made notes on NCERT, no, I did not make. See, what are the purpose of NCERTs? See, NCERTs are actually a runway. I would call it as a runway. I call it as a transition. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ബുക്സിലോട്ട് കടക്കാൻ വേണ്ടിയുള്ള ട്രാൻസിഷൻ മാത്രമാണ് ഒരു ബേസ് ബിൽഡിംഗ്. നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ റൺവേയിൽ കൂടെ പോകില്ലേ? That is the job of NCERTs.
basically to connect you to the standard books, basically to connect you to the concepts. NCERT is one of the school level books. It is written in a very lucid and simple language. So അങ്ങനെ എഴുതുമ്പോൾ what happens is that you understand the concepts better. ഇതിനാണ് നമ്മൾ NCERTs വായിക്കണമെന്ന് പറയുന്നത് for base building. Okay. See, I will tell you my personal example. I was not a person who read NCERTs. That was probably not much into NCERTs because somewhere or the other എനിക്ക് standard books ഓടെ കടക്കാൻ പറ്റുമായിരുന്നു. But this is not the case with everyone. Listen, okay? It's not the case with everyone. See, നമ്മൾ ഓരോ ആസ്പിറൻസും ഓരോരോ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് വരുന്നവരായിരിക്കും അല്ലേ? Some of us are like from humanities background, some of us are from science background, some of us might have had a very good school time. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. So every person is, what I'm trying to say is, every person is different. Appa our person specific. So if Shanti, you feel like, okay, NCERT, I need to prepare some short notes for the sake of my understanding, you can make it. Don't make it for the sake of making it. Okay, note making, and that's what I said in the beginning. Understand notes as a means to clear this exam so that you can recreate in the exam. Not see it as a ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി പോലെ. ഇറ്റ്സ് നോട്ട് കി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കണം, വായിക്കുന്നതിനൊക്കെ ഉണ്ടാക്കണം. See, that's not practical. You get my point? Yeah, ma'am. Yeah. So this is something which I understood as a aspirant and now as a faculty where I teach. കുട്ടികൾ നിങ്ങൾ ചോദിക്കുന്ന ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. അവരോട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. നോട്ട്സ് ഉണ്ടാക്കും. ബട്ട് എല്ലാത്തിനും സ്റ്റുഡൻസ് ഫീൽ ആസ് ഇഫ് നോട്ട്സ് ഉണ്ടാക്കുന്നത് ഇസ് ലൈക്ക് നമ്മൾ see, they are not thinking why we are making notes. Think about why you are making those notes. ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. There is a misconception. എല്ലാവരും വിചാരിക്കുന്നത് നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട കുറെ ആക്ടിവിറ്റീസ് പെട്ടതാണെന്ന് വിചാരിക്കുന്നുണ്ട്. Exactly. നമ്മൾ ചെയ്യുമല്ലോ. നമുക്ക് നിങ്ങളുടെ കപ്പാസിറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. Exactly. This is where the very important aspect which I say of self introspection comes into play. Yeah. Is that clear, Shanti? Yeah, ma'am. Thank you so much, ma'am. Thank you. Okay, other people can also ask their concerns and doubts. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രിപ്പറേഷൻ ആവശ്യമായ രൂപത്തിൽ ചോദിക്കാം. പ്രിപ്പറേഷൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലാണ് ദീന വന്നിരിക്കുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ട്? യെസ്, പേര് പറയൂ. എന്റെ പേര് ഫാത്തിമ. +2 പഠിക്കാണ്. ഓക്കെ ഫാത്തിമ. അപ്പോൾ എനിക്കുള്ള ഡൗട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്. അതായത് നമ്മൾ ഈ പ്രത്യേകിച്ച് സിവിൽ സർവീസൊക്കെ സ്വപ്നം കാണുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നു വളരെ എക്കണോമിക്കലായിട്ട് വളരെ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസ് പെട്ടവരാണ് അധികം സിവിൽ സർവീസ് സ്വപ്നം കാണുന്നത്. അപ്പോ നമുക്ക് ഞാനും ഒരു വളരെ വീക്കായിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ്. അപ്പൊ നമുക്ക് സ്വപ്നങ്ങൾ എത്തിപ്പെടാന്നുള്ളൊരു അവിടെ നമുക്ക് ഒരു തടസ്സം വരികയാണ്. അപ്പം മാമിന്റെ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കൊരു ഷോർട്ടായിട്ട് ഒരു കാര്യം പറഞ്ഞാല് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. Good question. I was expecting such questions as well, and thank you for asking that question. See, that's true. അത് ശരിയാണ്. ഓരോ സോഷ്യോ എക്കണോമിക് ഓരോ ആസ്പിറന്റും ഇവിടെ എക്സാം എഴുതുന്ന ഓരോ വ്യക്തിക്കും ഉള്ള ഡിഫറെന്റ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ബട്ട് സി, there is no generalization that ഒരു പർട്ടിക്കുലർ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മാത്രമേ സിവിൽ സർവീസ് അസ്പയർ ചെയ്യൂ, അല്ലാത്തവർ അസ്പയർ ചെയ്യില്ല. പ്രോബബ്ലി വൈ ദാറ്റ് ട്രെൻഡ് യു ഫീൽ ഇസ് പ്രോബബ്ലി ദോസ് പീപ്പിൾ ഹു ആർ കുറച്ചും കൂടെ ഫിനാൻഷ്യലി വെൽ ഓഫ് ആയവർ വേറെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡിഗ്രികൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ട് ഡിഗ്രി, if I can put it in a very simple way, ഒരു മെഡിസിൻ സീറ്റ് ഒക്കെ they can buy a seat probably, അല്ലേ? if I can put it that way. അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ വാട്ട് എവർ ഹയർ ഓപ്ഷൻസ് ഒരു കൊടുത്ത് ഒരു ഫീ പേ ചെയ്ത് ചെയ്യാൻ പറ്റും. അതർവൈസ് നോട്ട്. അതായിരിക്കാം യുവർ ക്വസ്റ്റ്യൻ if that is a way. See, let me tell you this way. Civil services is not based on whether ഒരാൾക്ക് അയാൾ പൈസ ഉള്ളവരാണോ പൈസ ഇല്ലാത്തവരാന്നല്ല. It is based on those people who are really ready to work hard or not. Right? Safan, I think you can also come in. See, it's about ഒരു വ്യക്തിക്ക് പ്രിപ്പയർ ചെയ്യാൻ ആ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം അപേക്ഷിച്ചിട്ടാണ് ഈ ഒരു എക്സാം ഇരിക്കുന്നത്. അതെ, ഡെഫിനറ്റ്ലി നമ്മുടെ മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അല്ലേ? എക്സാക്ട്ലി. ഈ ഒരു എക്സാമിന് ഫസ്റ്റ്ലി ഫാത്തിമ ജസ്റ്റ് ഗെറ്റ് ദാറ്റ് മിത്ത് ഔട്ട് യുവർ ഹെഡ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ തന്നെ മാറ്റൂ. ദാറ്റ് എക്സാമിനും നമ്മുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിനും പ്രത്യേകിച്ച് തടസ്സങ്ങൾ. ഈ എക്സാമിന് വേണ്ട ഒരേ ഒരു കാര്യം ഇസ് യുവർ റിസോൾവ്. ആ ഒരു ദൃഢനിശ്ചയം എന്നൊരു കാര്യം ഉണ്ടല്ലോ.
ഒരുപാട് ചാലഞ്ചസ് വരും, തീർച്ചയായിട്ടും ഒരുപാട് ചാലഞ്ചസ് വരും. ദിസ് എക്സാം ഇസ് നോട്ട് ഈസി ടു എന്താ പറയാ. 10 ലക്ഷം പിള്ളേർ പ്രിലിംസ് എഴുതുന്നതിൽ അവർക്ക് 700 പേരെ മതി. സോ ഭൂരിപക്ഷം ആൾക്കാരും പുറത്തു പോവുകയാണ്. അപ്പം ഈ ചാലഞ്ചസ് ഒക്കെ തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഉള്ളവര് അവരാണ് ഈ എക്സാം എഴുതേണ്ടത്. റാദർ ദാൻ ഐ ഡു നോട്ട് റിയലി സേ പൈസ ഉള്ളവരാണോ. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടന്റ്. ആൻഡ് ഫാത്തിമ, യു ആർ എ ഗേൾ, UPSC is not even taking a fee from you. നമ്മൾ ഫ്രീ ആയിട്ടാണ് UPSC എഴുതാൻ പറയുന്നത്. സോ ദാറ്റ്സ് എ വേ ഓഫ് വിമൻ എംപവർമെന്റ്. സോ ഡോണ്ട് ജഡ്ജ് യുവർ പേഴ്സൺ എന്താ പറയുക സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് സി എവറി പേഴ്സൺ ഹാസ് എ ഡിഫറെന്റ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. സോ അതിൽ വെച്ച് കമ്പയറും ചെയ്യരുത്. റൈറ്റ്? സോ അങ്ങനെ ഒരു ധാരണ മാറ്റൂ. അതായത് യു ആർ ഫ്രം പെർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് ഓർ നോട്ട് എ പെർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട്. ദിസ് എക്സാം ഇസ് നോട്ട് ദാറ്റ് വേ. ആൻഡ് നൗ ഡേയ്സ് നമുക്ക് ഓൺലൈൻ സോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. സോ ആ ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ആകുകയാണ് അല്ലെ. എല്ലാ ബാരിയേഴ്സും ബ്രേക്ക് ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇൻഫർമേഷന്റെ പിറകെ നമ്മൾ പോകണം. ഇന്ന് ഇൻഫർമേഷൻ നമ്മളെ തേടി വരികയാണ്. കുത്തൊഴുകി വരികയാണ്. നമുക്കറിയണം. ഇപ്പം ചാലഞ്ച് എന്താണെന്നറിയോ, ആ ഒരു ബാരിയർ വെക്കുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. ഓക്കെ. സോ അവിടെയും ആ ഒരു ഇപ്പൊ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ അതും ബ്ലർ ഔട്ട് ആയി പോവുകയാണ്. So yeah guys, don't keep this misconception in your head that നമുക്ക് പൈസ ഉള്ളവർക്ക് ഉണ്ടോ ഇല്ലാത്തവർക്ക് ഇല്ല. This exam is to serve the nation. This gives you an excellent opportunity to serve the nation. And this exam only needs resolve, patience, perseverance and all. അത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റിയ സാധനമല്ല. നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിലും അത് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ടാകണം എന്നില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ചിലപ്പോൾ ഈ പരിപാടി നിങ്ങൾക്ക് ഉണ്ടാവും. So it's not your economic background that matters, it's about these factors which matters. Okay, so don't worry, don't think that way. If you have the resolve, if you are ready to work hard, that is for you. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഒരു വിധത്തിലും ഇതിന്റെ ഒരു തടസ്സമായിട്ട് കാണുകയേ ചെയ്യരുത്. See, I will tell you a great example. Sridhanya ma'am. Yeah. Last day we discussed about her. Yeah, Sridhanya ma'am. Right, Sridhanya ma'am. How she broke all the odds. Ella challenges and taranam cheyide. She is now, I think Malappuram she is sub collector. I don't know if she is appointed. I think yes, she is sub collector. Yes. Yeah, exactly. See, so you have an example in your district only. Yeah, Sridhanya ma'am is now posted in sub collector in Malappuram only. എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, but one of the subdivisions. Yes. See, she broke all those odds and she came. Perindalmanna. Okay, yeah, I know she is somewhere, some subdivision in Malappuram. എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. Okay, Perindalmanna. So see, that inspiration, that person whom you can take a motivation from is actually there. See, she did not think about her whatever background. See, she had the resolve, she had that inspiration to come forward, and she sitting there as sub collector in your district. So നമുക്ക് ചുറ്റും നോക്കൂ, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് അല്ലേ. So don't worry, socio economic background, your economic backgrounds don't matter. Thank you ma'am. Thank you so much. നിങ്ങൾക്ക് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം തന്നെ ഉപയോഗിക്കാം. അല്ലാത്തൊരു ചാറ്റ് ബോക്സിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ആരും ചോദിക്കാതിരിക്കരുത്, കാരണം നിങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ് അനുരാഗ്. ഗുഡ് ഈവനിങ്. ഞാനിപ്പോ പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. ഓക്കെ. അപ്പൊ നമുക്ക് മുഴുവൻ ടൈം പ്രിപ്പറേഷൻ ഇതിന് അത്യാവശ്യമല്ലേ? അതെ. Wait. Okay, continue your question. Is that your question? Yes. അത് നമുക്ക് ചോദിച്ചോളൂ. I think question is full time work ചെയ്യുന്ന സമയത്ത് ജോബ് റിസൈൻ ചെയ്യേണ്ടി വരുമോ അതോ ഫുൾ ടൈം ഇങ്ങോട്ട് മാറിയിരിക്കണോ? See, I know I have a batchmate who prepared with a job with her 8-year-old child and got into services. Okay, this is one example I can give you from the beginning. Your question as to whether we need a full time preparation. See, ഞാൻ അങ്ങനെ ഒരു ഉറപ്പിച്ച് അങ്ങനെ പറയില്ല. See, that is actually me going against or not being considered about the different socio-economic background of an aspirant. See, why does an aspirant work? Probably ഒരു necessity that they want to have ഒരു economic backing വേണം എന്ന നിർബന്ധം കൊണ്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. So I would not really say that എന്താണ് നിങ്ങൾ ജോലി രാജിവെച്ച് പഠിക്കണം. See, that is not really എന്താ പറയാ, it's not a wise advice that I will give. I would rather say that നിങ്ങൾ പഠിക്കുന്ന എത്രയാണോ സമയം അത് സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കൂ. ഐ എം ഷുവർ ഒരു ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി 10 മണിക്കൂർ പഠിക്കും. അനുലാൽ ഹു ഇസ് വർക്കിംഗ് ആൻഡ് എസ്പെഷ്യലി ഇൻ എ ബാങ്ക്, ചിലപ്പോൾ വീക്കെൻഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഒരു 2 മണിക്കൂർ ആയിരിക്കാം. സി, ഇറ്റ്സ് ഓക്കെ.
എന്ത് പറ്റും അനുലാൽ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബബ്ലി യു മൈ നോട്ട്. ഇപ്പൊ അനുലാലിന്റെ കൂടെ പഠിക്കുന്ന ഒരു ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി അടുത്ത വർഷം എഴുതുമെങ്കിൽ അനുലാൽ വിൽ പ്രോബബ്ലി റൈറ്റ് നെക്സ്റ്റ് ഇയർ. അത്രയല്ലേ ഉള്ളൂ. സി ഒരു അത് ഞാൻ പറഞ്ഞത്, നമ്മുടെ UPSC എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് സോഷ്യോ എക്കണോമിക് ഡൈവേഴ്സ് കൺട്രി അല്ലെ. അങ്ങനെ പല സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും എഴുതുന്ന കുട്ടികൾക്കുള്ള പരീക്ഷയാണ് സിവിൽ സർവീസസ്. ആൻഡ് സിവിൽ സർവീസ് ഇസ് നോട്ട് ലൈഫ്, ഇറ്റ് ഇസ് ആൻ ഓപ്ഷൻ ടു നല്ലൊരു ജോബിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. സോ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ലൈഫിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വേലിപ്പുറത്തെ പാമ്പ് പോലെ ഇട്ടിട്ട് ബാക്കി ചെയ്യണം. നോട്ട് റിയലി. സോ യു ഹാവ് എ റിക്വയർമെന്റ് വൈ യു ആർ ഡൂയിങ് യുവർ ജോബ്. സോ യു കൻ ഡു യുവർ ജോബ്. ബട്ട് എന്താണ് ബാക്കിയുള്ള സമയം വാട്ട് എവർ ടൈം യു ഗെറ്റ്, ഐ നോ അപ്പം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ബട്ട് പ്രിപ്പയർ ഇൻ ദാറ്റ് വേ. യു ക്യാൻ പ്ലാൻ യുവർ വർക്ക് ഇൻ വേ ദാറ്റ് എന്താണ് അൻലാലിന്റെ വർക്ക് റിക്വയർമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് യു ക്യാൻ വർക്ക്. ഓക്കെ, അങ്ങനെ ഫുൾ ടൈം പ്രിപ്പറേഷൻ വേണോ എന്ന് നിർബന്ധം പറയുന്നില്ല, ബിക്കോസ് ദാറ്റ്സ് പേഴ്സൺ സ്പെസിഫിക്. ബട്ട് യു നീഡ് എ ഡെഡിക്കേറ്റഡ് പ്രിപ്പറേഷൻ. ആൻഡ് there are people who have cleared this way. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ എന്റെ ബാച്ച്മെന്റ് എക്സാമ്പിൾ പറഞ്ഞത്. ആൻഡ് ട്രസ്റ്റ് മീ, let me add one thing. എനിക്ക് പൊതുവെ താല്പര്യമില്ലാത്ത ഒരു ഹെഡ്ലൈൻ ആണ്, അല്ലെങ്കിൽ പൊതുവെ കാണിക്കുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈൻ അല്ലെങ്കിൽ ഒരു മാധ്യമ വാർത്തയാണ് 23 വയസ്സിൽ അല്ലെങ്കിൽ 24 വയസ്സിൽ ആദ്യ ശ്രമത്തിൽ എടുത്ത മിടുക്കൻ മിടുക്കി. സി, ഞാൻ ആ ലൈനിന്റെ ഒട്ടും ഒരു ഫാനല്ല, ഒട്ടുമല്ല. സി, ആ ഒരു മിടുക്കനോ മിടുക്കിയോ 23-ാമത്തെ വയസ്സിൽ എടുക്കാൻ പറ്റിയത് ആ മിടുക്കനോ മിടുക്കിയോ 23-ാമത്തെ വയസ്സിൽ എക്സാം എഴുതാനുള്ള ഒരു സോഷ്യോ എക്കണോമിക് അല്ലെങ്കിൽ ഒരു സാഹചര്യമോ, അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടോ, ഒരു പഠിക്കാനുള്ള സാഹചര്യമോ, അല്ലെങ്കിൽ കറക്റ്റ് മെന്റർഷിപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടി പല കാര്യങ്ങളും വീഴുമ്പോഴാണ് ഈ പരീക്ഷ ആ കുട്ടി എഴുതി ആ 23 വയസ്സിലോ 24 വയസ്സിലോ ആദ്യ ശ്രമത്തിൽ എടുത്ത മിടുക്കനോ മിടുക്കിയാകുന്നത്. സി, ആ ലൈനിൽ ഒന്നും പോയി വീണ് കൊടുക്കരുത്. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ശരിയാവുമ്പോൾ നിങ്ങൾ റെഡി ആവുമ്പോൾ നിങ്ങൾ എക്സാമിന് കയറും. സോ ട്രസ്റ്റ് മീ, ഈ ഒരു ലൈൻ ഇസ് വെരി മിസ്ലീഡിങ് ആൻഡ് ഐ ആം ക്വൈറ്റ് വോക്കൽ അബൌട്ട് ദിസ്. ഈ ഒരു ലൈന് ഇസ് റിയലി എന്താണ് ആസ്പിറൻസിന് ശരിക്കും അവർ ഈഗോനെ ഹേർട്ട് ചെയ്യും. ഇപ്പം ഒരു 25 വയസ്സ് 26 വയസ്സായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മിസ്ഗൈഡ് ആയിട്ട് ശരിക്കും ഇപ്പൊ പല ശ്രമങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ എവിടെയോ പാളി പോകുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ ഈഗോ ഇത് ഹേർട്ട് ആയേക്കാം. സി, ഐ ലെറ്റ് മീ ബി ഓണസ്റ്റ്, എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ വാസ് നോട്ട് വർക്കിംഗ്, ബട്ട് സംവെയർ ഓർ ദ അതർ എനിക്ക് ചില തെറ്റുകൾ പറ്റി. ഓക്കെ, സോ ഞാൻ പറയാൻ കാരണം ഇങ്ങനത്തെ ഹെഡ്ലൈനുകൾ, ഇങ്ങനത്തെ മാധ്യമ വാർത്തകൾ, ഇങ്ങനത്തെ ചില ടാഗ് ലൈനുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഈഗോ ഹേർട്ട് ആയേക്കാം. സി, ദാറ്റ് വാസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, യു നീഡ് ടു ബി അപ്രീഷിയേറ്റഡ്, but doesn't mean that you have to be that way. Everyone has every aspirant is different. Okay, so guys, please don't get carried away by that particular line. See, അങ്ങനെ ഒരു ടാഗ് ലൈൻ എടുത്ത് യൂട്യൂബിൽ വീഡിയോ ഇട്ടാ that video has more views than any other video probably which has a productive information in that. See, that is a different story. See, ഒരുപാട് കാർഡുകൾ ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോഴാണ് ഈ എക്സാം ക്ലിയർ ആവുന്നത്. So probably for that person that was lucky that multiple കാര്യങ്ങൾ ടിക്ക് വീണു. Probably that person was from a humanities background, that person had a സ്കൂളിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ പഠിച്ച കാര്യം ഓർമ്മ ഉണ്ടാവും, and that person probably went to a right person, misguide ആയിട്ടുണ്ടാവില്ല, and that person was lucky and he or she got through the exam first attempt. See, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ സഹിതം 22 വയസ്സിൽ കയറി തുടങ്ങിയപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് കയറുന്ന തന്നെയാണ് വിചാരിച്ചത്. No one wants to really want to be in the circle, right? We all also want to clear. നമുക്ക് ചില എനിക്ക് I will honestly say there have been instances where എനിക്ക് മിസ്ഗൈഡ് ആയിട്ടുണ്ട്. മിസ്ഗൈഡ് എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തന്ന ആള് തെറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്, ആൻഡ് ദെൻ ഐ ഫെൽ ഡൗൺ. പിന്നെ ഞാൻ ചില തെറ്റുകൾ ചെയ്തു ഈ പഠിത്തത്തില്. ഞാൻ നേരത്തെ പറഞ്ഞു, റിവൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ ടെസ്റ്റുകൾ നേരെ എടുത്തില്ല, അല്ലെങ്കിൽ വാട്ട് എവർ ബി, എന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനുസരിച്ചില്ല ഞാൻ കാര്യങ്ങൾ ചെയ്തത്. സി, അത് എന്റെ തെറ്റല്ല, ഐ വാസ് വർക്കിംഗ്. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ടേക്ക് സച്ച് headlines on ego. അങ്ങനെ ഒരു ഹെഡ്ലൈൻ കാണുന്ന അപ്രീഷിയേറ്റ് ദം. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്, ബട്ട് നോട്ട് റിയലി അയ്യോ ആ ആളുടെ സ്ഥലത്തിൽ നമ്മൾ എന്തുകൊണ്ടായില്ല എന്ന് ഈഗോയിൽ എടുക്കരുത്. ഐ നോ മെനി ഓഫ് യു വിൽ ഹാവ് ദിസ്, അതാണ് ഞാനത് മുൻകൂട്ടി പറഞ്ഞത്. അതെ, എനിക്കും തോന്നുന്നു ഒരു ആസ്പിരന്റ് ആദ്യം ചെയ്യേണ്ടത് അയാളുടെ സ്ട്രെങ്ത് എന്താണെന്നും ഏറ്റവും പ്രധാനമായിക്കൊണ്ട് അയാളുടെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നല്ല രീതിയിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ വീക്ക്നെസ്സുകളെ ഒന്ന് ചെറുതായിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം ചെറിയ രീതിയിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഫീൽ എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ യുവർ പ്രിപ്പറേഷൻ. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ നേരത്തെ തന്നെ എക്സാം ക്ലിയർ ചെയ്യുന്നതിലോട്ട് സഹായിക്കുന്ന കാര്യം കൂടിയായിരിക്കും. സോ എല്ലാവരും ആ ഒരു ആസ്പെക്റ്റോട് ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റിയൽ ആസ്പിരൻസ് ആയിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് നല്ലൊരു ഗൈഡൻസോട് കൂടെ മുന്നോട്ട് പോവുക. എക്സാക്ട്ലി, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സി, ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് വേറൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ, പക്ഷെ സ്വന്തം സ്ട്രെങ്ത് വീക്ക്നെസ് കണ്ടുപിടിക്കാൻ ഇസ് എ വെരി ഡിഫിക്കൽട്ട് ആസ്പെക്ട്. ബട്ട് സി, ദാറ്റ് ഇസ് വാട്ട് ഞാൻ തുടക്കത്തിൽ പഠിച്ച സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സി,
there can be a tendency that വേറൊരു വ്യക്തിന്റെ സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാം. സി പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ അവരെന്താണ് ചെയ്തത് നോക്കൂ. അവർ ചെയ്ത എന്താണോ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ട്രാറ്റജി ആ പുള്ളിക്കാരൻ എങ്ങനെ ചെയ്തു അല്ലെങ്കിൽ പുള്ളിക്കാരി എങ്ങനെ ചെയ്തു നോക്കുക. അത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുക. അത് നിങ്ങൾക്കുള്ളതാണോ? സി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പഠിച്ചു തുടങ്ങിയപ്പം വൺ ഫ്രണ്ട് ഓഫ് മൈൻ ടോൾ, പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ഹേർട്ട് എ ടോപ്പർ സെയിങ് ദാറ്റ് ആ ടോപ്പർ ആയത് രാവിലെ 4 മണിക്ക് എണിച്ച് പഠിച്ചത് കൊണ്ടാണ്. ആൻഡ് ദിസ് ഫ്രണ്ട് ഓഫ് that particular person is not such an early person. രാവിലെ 10 മണിക്കൊക്കെ എണീക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ബട്ട് സി ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ ആള് ടോപ്പർ ആവാൻ 4 മണിക്ക് എണീറ്റത് കൊണ്ട് ഞാൻ 4 മണിക്ക് എണീക്കും. സി അതൊന്നും വർക്ക്ഔട്ട് ആവില്ല. Unless and until you want to do, not really, but that person wanted to do because ആ ഒരു പെർട്ടിക്കുലർ ടോപ്പർ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. സി അതുപോലെ തന്നെ ഈ പരീക്ഷ പ്രോസസ്സിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഉണ്ടാവാം. സം പീപ്പിൾ, ചിലവർക്ക് പ്രിലിംസ് ആയിരിക്കും ബുദ്ധിമുട്ട്, ചിലവർക്ക് മെയിൻസ് ആയിരിക്കും ബുദ്ധിമുട്ട്, ചിലവർക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും ബുദ്ധിമുട്ട്, ചിലവർക്ക് മെയിൻസിൽ തന്നെ ഓപ്ഷനിലായിരിക്കും ബുദ്ധിമുട്ട്, ചിലവർക്ക് GS ആയിരിക്കും ബുദ്ധിമുട്ട്, ചിലവർക്ക് ആൻസർ റൈറ്റിംഗിൽ പ്രസന്റേഷൻ ആയിരിക്കും ബുദ്ധിമുട്ട്, ചിലവർക്ക് ആൻസർ റൈറ്റിംഗിൽ കണ്ടന്റ് ആയിരിക്കും ബുദ്ധിമുട്ട്. അല്ലേ? അപ്പൊ ഇത് കണ്ടോ, ഇപ്പൊ ഞാനൊരു 10 സെക്കൻഡിൽ തന്നെ പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശാന്തി ചോദിച്ച നോട്ട് മേക്കിങ്ങിന്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഡിമാൻഡ്സ് ഡിഫറെന്റ് അല്ലേ? അപ്പൊ നമുക്കൊരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഫോർ യു. ഇപ്പൊ ഞാൻ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഡിവൈസ് ദ പ്ലാൻ, ഐ ഡിവൈസ് എ സ്ട്രാറ്റജി ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ മൈ ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. മനസ്സിലാവുന്നുണ്ടോ? സി ദാറ്റ് വാസ് വൺ മിസ്റ്റേക്ക് ഐ ഡിഡ് ആൻഡ് ദാറ്റ് വാസ് വൺ കോഴ്സ് കറക്ഷൻ ദാറ്റ് ഐ ഡിഡ്. ഞാൻ 2 സൈഡ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, so that is very important that you devise a plan which is based on your strengths and weaknesses, and then when you work according to that devised plan, that is what is called as smart work. നമ്മൾ എപ്പോഴും പറയില്ലേ സ്മാർട്ട് വർക്ക് എല്ലാവരും പറയും. പക്ഷെ എന്താ ഈ സ്മാർട്ട് വർക്ക്? അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഓരോരുത്തരിൽ നിന്നും അത് വ്യത്യസ്തമാണ്. ഓക്കെ, Good evening, ma'am. yes, good evening, Feva. My name is Feva. Ma'am, I'm a civil engineering graduate, recent graduate of 2021. As you told, Great, okay. NQM, I had got 2 campus placements also, obviously software companies. Okay, But ഞാൻ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, but then I thought I won't be able to dedicate enough time for civil service, and then I just came out of the company because I wanted to dedicate full time for civil services. But ഇപ്പോൾ like I'm confused whether should I be joining an academy or should I be self preparation ചെയ്യണമെന്ന്. Why? Because ഇപ്പം for 2022 CSE preparations മിക്ക സ്ഥലത്തും already batches start ആയി, ലാസ്റ്റ് ജൂണിലൊക്കെ സ്റ്റാർട്ട് ആയി. സോ ലൈക്ക് നൗ ദേ ആർ ലൈക്ക് ഒരു എന്താ പറയുക പുഷിന് ഉണ്ടാവുമല്ലോ ഇപ്പൊ എന്തായാലും ടു ക്ലിയർ ദി എക്സാം ഫോർ ദ നെക്സ്റ്റ് ഇയർ. ഫോഴ്സ്ഫുള്ളി പെട്ടെന്ന് പോർഷൻസ് തീർക്കുകയും ആ ഒരു കൺജഷൻ ഫീൽ ചെയ്യുമല്ലോ എന്തായാലും. സോ ഐ തോട്ട് ഐ നോട്ട് ജസ്റ്റ് ജോയിൻ. അപ്പം സെൽഫ് പ്രിപ്പറേഷൻ തന്നെ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ബട്ട് ഐ എം ആക്ച്വലി കൺഫ്യൂസ്ഡ് ആസ് ഇൻ ഹൗ ടു കിക്ക് സ്റ്റാർട്ട് മൈ പ്രിപ്പറേഷൻ. ബിക്കോസ് ആസ് ഓഫ് നൗ അങ്ങനെ ഞാൻ എന്തെങ്കിലും കോഴ്സസോ ഫൗണ്ടേഷൻസോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. Appo like initially to begin with, how should I be focusing my preparation strategies? Okay, so you have decided your experience, ma'am, engane thodangiyadu ennallathu parnalum I think it will be of use to me. So rather than telling you mine, I'll devise according to you. That's what I'm saying. Yeah, because mine is a different see ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. See, for me was a different story. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച സോഷ്യൽ സ്റ്റഡീസ് ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളും എനിക്ക് ഒരു ഓർമ്മയുണ്ട്. So that is a different story for me. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റോറി പറയാത്തത്. So let me take Feva your case. Okay, have you decided that you will do a self study? That dilemma solve ആയോ? Yes ma'am. Why? Because ipo njan mikka nalla academies il anveshicha samayathum it's like the 3rd or the 4th batch, and I came to know that they're just rushing through the preparations for the next year CSE. Appo njan enikku next year and clear it, and I haven't decided because I need that pace to learn things, so I don't want to rush myself. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു മാം. So you have done the first step of introspecting what you need. So kudos to you for that. Yeah, you have done that difficult. കുറെ ആൾക്കാർ ചെയ്യുന്നതാണ് 2022 വേണ്ടി അങ്ങ് അടിച്ച് അങ്ങ് സെറ്റ് ആവും ചെയ്യും, ഒന്നും എത്തത്തില്ല. ആ ഒരു കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്താൽ മതി. Exactly. So let me devise for you, Feva. Let me take Feva's example, and I hope it helps others as well. Okay, so Feva is telling that she has decided that she won't take a class because the institutes are rushing, and that's obvious because June exam aanu and November it's already, and usually the later batches are for those people
who do not have any idea, later batches are for those people who have an idea about what the exam is. ഒരു ചെറിയ ഒരു പാത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവർ. See, batches are starting right from May. അപ്പൊ മെയിൽ തുടങ്ങുന്ന സ്റ്റുഡൻസിന്റെ ഒരു ടൈം ആയിരിക്കില്ല എന്താണ് നവംബറിലുള്ള ബാച്ചസിനുണ്ടാവുക. So that's fair enough. So now the next, let's see, understand. So why are you not joining the institute? Because you feel that you have not done your foundation properly. You need a backing. Well and good. Now, how to build your foundation? See, that's where I said NCRTs will help. Now, since you have decided, so are you giving the 2022 attempt? Seva? Ma'am, as of now, I haven't decided on that. You should be deciding, because that's the way you devise your plan. That's the way we plan. See, I'll come to planning. Safan, just remind me about the planning stuff. I'll just tell them. Yeah. Okay. See, you have to decide. It's high time that you decide, because June, it's less 7 months. Yeah. I think June 5th is just 7 months. Yeah. Yeah. So it's high time you decide. Okay. Let me assume that you are not writing, because let me assume that you are not writing. Okay. So if you're not writing, if I am an aspirant like you, and what I would be doing is that what I would suggest is that suppose you're not writing the exam in 2020, the 2022 giving the coming up prelims. Okay. So what I will say? So you are saying that you do not have a base illa ennu parayunu. Appo what you have to do is you have to take up your NCRTs and you have to build your base. See, NCRTs are for those basics building. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ it is written in a very lucid language. So those are for those basic building. So you can take 1 or 2 months to decide on to build your basics through your NCRTs. Step number 1, don't rush through since you have time, assuming that you're not giving the exam. Step number 2, decide on your optional. Which optional are you going to take? Decide your optional. Okay. You can probably take a class for your optional if it is not your graduation subject. Or if you see, that's one way, or you can do whatever way. So decide your optional and start preparing for the optional. So once you are done with your NCRTs, step 2 is go to your standard books. Okay. Step 2, go to your standard books, read it once or twice. You can probably make some holistic notes, revise. If NCRT ചെയ്തു, standard books ചെയ്തു, ഒരു holistic understanding, ഒരു subject അല്ല, ഒരു holistic understanding ഒക്കെ ചെയ്യുമ്പോൾ, that is the time you jump into practicing. That is, be it MCQs in your prelims or your answer writing in your mains. Understand? So this is the way you go. The problem is, ഈ ഒരു part by part കാര്യം aspirants don't really appreciate or don't really do. Okay, Feva? That's the way it should be. See, why I am not telling mine? Because mine was a different story. Mine was a different. Both of us didn't start from the similar. ഒരു similar രീതിയിൽ നല്ല സ്റ്റാർട്ട് ചെയ്തത്. I was a person who remembered my school. Probably എനിക്ക് വലിയ NCRTs ആവശ്യം വന്നില്ല. I had probably a different way. You probably will have a different way. Yeah, and very importantly, current affairs. Very important. Current affairs do devise a strategy. You can be a newspaper, you can be your online newspaper, but yes, be updated with what is happening around you. So these are the different ways in which you plan your work and you can do. Is that clear, Feva? Yes, ma'am. Yes. Yeah. Ma'am, and one more question, ma'am. Yeah. What is the role of these institutes? As in, self-preparation sufficient for such a prestigious, nammal parilla, one of the toughest exams, Indian examinations ilonnanallo CSE exam. So institutes sufficient or self-preparation thanne madhiyo idinu? Or do you need that proper mentorship, peer discussion and all that? Will it really aid in the preparation, or just self-fight poya thanne madhiyo? I think Seva has put me in a fix, and me and Safan in a fix. Okay, no problem. Okay, let me be neutral. See, I think Safan will also agree with me that 75 to 80% of this exam is you. I think it is next remaining 20% is what your mentors like Safwan or any institute is doing, right? I think Safwan will agree with me, right? This is what you're doing. Sure. Yeah. So 80% is you. Okay. So even if you choose to do that 20, you choose to 20% എടുക്കാൻ choose ചെയ്താലും ഇല്ലെങ്കിലും that 80% will stay. The problem is
give less importance to that much important 80%, and we put most of our expectations on this 20%. See, 20%, those of them are only helping you. നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരും. Okay guys, ഇങ്ങനെയാണ് പോകേണ്ടത്. See, it's like a desert. There are many things happening. And you probably see, നിങ്ങൾ ഒരു ഇപ്പം സഫ്വാന ഒരു നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് മുന്നേ കടന്നു പോയ എന്നെ ഈ പ്രോസസ്സിന് നിങ്ങൾക്ക് മുന്നേ ഈ പ്രോസസ്സിൽ ഈ വഴി കൂടെ പോയിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് അറിയാം ഈ വഴി കൂടെ പോകുമ്പോൾ എന്തൊക്കെ ആവശ്യം വരാം. സോ വി ജസ്റ്റ് ടെല്ലിങ് യു ഗൈസ് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് മെന്ററിംഗ്. വി ആർ നോട്ട് റിയലി ടീച്ചിങ് യു. ഓക്കെ, no mentor is really teaching you. They're just guiding you. See, that guide നിങ്ങൾക്ക് എന്തും ചെയ്യാം. See, ഇപ്പൊ എന്റെ കേസിൽ 1 or 2 mistakes that I committed, ഞാൻ 1-2 pitfalls ചെയ്തപ്പോൾ I understood, okay, ഇതൊക്കെയാണ് എന്റെ mistake, and I found that path myself somewhere or the other. Some people can take the help of a mentor, it's fine, but don't underestimate that role of 80% of that self preparation. 80% is you. അത് മിക്ക സമയങ്ങളും സ്റ്റുഡൻസ് ഒരു എന്താ പറയുക അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. സി ഇറ്റ് ഇസ് അബൌട്ട്, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ദാറ്റ് പ്ലാനിങ്, ദാറ്റ് റിവിഷൻ, ബീങ് മോട്ടിവേറ്റഡ്, ബീങ് പെർസിവറന്റ്, ബീങ് പേഷ്യന്റ്. സി ദിസ് നോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാൻ ഗിവ് യു ഇൻ എ ക്യാപ്സ്യൂൾ. ദേ ജസ്റ്റ് ഗിവിംഗ് യു ദോസ് തിങ്സ് ഇൻ എ വെരി എന്താ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരണം. ഓക്കെ ഗൈസ്, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ഒരു നല്ല മെന്റർഷിപ്പ്, ഒരു നല്ല ഗൈഡൻസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അത് എനിത്തിങ് അല്ലേ. Let's not take it into civil services. ഇപ്പൊ നമ്മളൊരു റെസ്റ്റോറന്റ് പോവാണ്, യു ആർ ഗോയിങ് ന്യൂ ടു എ സിറ്റി, യു ആസ്ക് യുവർ ഫ്രണ്ട്സ് അല്ലേ, വാട്ട് ആർ ദ റിവ്യൂസ്, ഈ റെസ്റ്റോറന്റിനെ കുറിച്ച് ഇയാൾക്ക് എന്താ അഭിപ്രായം. നേരത്തെ കഴിച്ച ഒരാളോടല്ലേ അഭിപ്രായം ചോദിക്കുള്ളൂ. തിങ്ക് ഇൻ ദാറ്റ് വേ. അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് മുന്നേ കടന്നുപോയ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരാളോട് ചോദിക്കാം, തെറ്റില്ല. ബട്ട് it's not a replacement. Let me be very clear. It is not a replacement to that 80% of me, self work, and that much crucial 80%. 80%, see, very important. So does that answer your question, Feva? Yes ma'am, yes, thank you so much ma'am. ഞാനൊരു കാര്യം ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഈ UPSC സിവിൽ സർവീസ് നേടിയവരെല്ലാവരും ആരും ഫുൾ കോച്ചിങ് കൊണ്ട് സർവീസ് കയറിയവരില്ല. അവർക്ക് ചില ഗൈഡൻസ് മാത്രമാണ് പലപ്പോഴും ലഭിക്കുന്നത്. ബാക്കി മുഴുവനും അവരുടേതായിട്ടുള്ള ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. ദീന മാഡം ഇപ്പൊ പലപ്പോഴും സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ കാണിക്കുന്നത് വെച്ചാൽ നമ്മളെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ വീക്ക്നെസ് വരുന്നത് ആ വീക്ക്നെസ്സിനെ തിരുത്താൻ നിങ്ങൾക്ക് പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ ഗൈഡിന്റെ മെന്റേഴ്സിന്റെ ഗൈഡ് സ്വീകരിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി പറ്റും. Exactly. Okay. Ma'am, Yes. shall I ask you? Yeah. Yeah, Shanti, please. മാം, ഇപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കുറെ ടോപ്പേഴ്സിന്റെ വീഡിയോ കാണുമ്പോൾ അവരെല്ലാരും നമുക്ക് പറയും ഓരോ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ നമ്മൾ സ്ട്രാറ്റജി നോക്കും. സെയിം ആണ് പറയുന്നത്, പത്ര ഹിന്ദു വായിക്കണം, അല്ലെങ്കിൽ ഒരു മന്ത്ലി കമ്പൈലേഷൻ നോക്കണം, അങ്ങനെ പറയും. പക്ഷെ മാം, ആക്ച്വലി എൻ്റെ ഒരു ഹോണസ്റ്റ് കൺസേൺ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം മെയിൻസിനാണെങ്കിൽ കുറച്ചിങ്ങനെ പ്രിസ്ക്രൈബ് ആയിട്ടൊരു ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് സിലബസിന്. പക്ഷെ പ്രിലിംസിന്റെ നമ്മൾ സിലബസ് നോക്കുമ്പോൾ കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത്ര ഇങ്ങനെ കിടക്കുമല്ലേ ഇത്രയും കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പത്രം വായിക്കുമ്പോൾ എനിക്കാണെങ്കിൽ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നും. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നത്? ലൈക്ക് യുനോ, ചിലപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ യൂബിസ് ചോദിക്കുമല്ലോ. കാരണം ഇപ്പം കഴിഞ്ഞ ഇപ്രാവശ്യം ബ്ലൂ കാർബൺ എന്താന്നൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ പഠിക്കുമ്പോൾ, കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ഫിൽട്ടർ ചെയ്യും? ലൈക്ക് ഇത് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ കറണ്ട് അഫയേഴ്സ് മഗപ്പ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പൊ മാം എന്താ അതിനൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു തരുമോ? Okay, I was writing what you were telling. So let me tell you. You asked me 2 things. Current affairs എങ്ങനെ ഫിൽട്ടർ ചെയ്യും, പ്രിലിംസിന് വേണ്ടി എങ്ങനെ പഠിക്കും, മെയിൻസിന് വേണ്ടി എങ്ങനെ പഠിക്കും. Is that the 2 key things you asked me, Shanti? Yeah ma'am. Yeah, let me tell you the first thing. പ്രിലിംസിന് വേറെ പഠിത്തം, മെയിൻസിന് വേറെ പഠിത്തം എന്നൊരു പഠിത്തമില്ല. Let me clear that. പ്രിലിംസിന് വേറെ പഠിത്തം, മെയിൻസിന് വേറെ പഠിത്തം, for that matter പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേറൊരു പഠിത്തം എന്നൊരു പഠിത്തമില്ല. UPSC civil service preparation is a comprehensive preparation. It is an integrated preparation. Let me tell you that for the first time. First and foremost, എന്താണ് അതൊരു ഇന്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾ ഈ എക്സ്ക്ലൂസീവ് പഠിത്തം എപ്പോഴാണ് പഠിക്കുന്നതെന്ന് അറിയോ? പ്രിലിംസിന് വേണ്ടി മാത്രം, മെയിൻസിന് വേണ്ടി മാത്രം. സി, നമ്മൾ ഡിഗ്രിക്ക്
എന്താണ് അടുത്ത നാളെ രാവിലെ പരീക്ഷ ഉണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി നല്ല എക്സ്ക്ലൂസീവ് പഠിത്തം പഠിക്കുന്നത്. പക്ഷെ UPSC പഠിത്തത്തിന് അത് ഒരു 2-3-4 മാസം മുന്നേ ചെയ്യണം. അതായത് മൊത്തം പഠിത്തമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിലിംസ് ഇപ്പൊ നിങ്ങളുടെ June 5th സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഒരു ഓൺ ആൻ ആവറേജ് സ്റ്റുഡന്റ് സ്റ്റാർട്ട്സ് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ ഒരു 4 മാസം മുന്നേ ഒക്കെ ഒരു എക്സ്ക്ലൂസീവ് പ്രിലിംസ് പ്രിപ്പറേഷൻ പഠിക്കുമായിരിക്കും. But till then, you do a preparation in an integrated manner. Okay, let's take an example. See, okay, let me take an example. So there was if you know, Afghanistan issue is in the news for a pretty long time. അല്ലേ? ഇപ്പൊ നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്ന എല്ലാവരുടെയും പറഞ്ഞത് Afghanistan issue ഉണ്ട്. See, ഈ Afghanistan issue can be asked in the prelims, can be asked in the mains, which was asked in the personality test as well. Okay, ഞാനിപ്പോ ഇന്റർവ്യൂവിന് പോയപ്പോഴും there were many candidates who faced this question of Afghanistan. ഇത്തവണ മെയിൻസ് എഴുതാൻ പോണവർക്ക് ഒരു അഫ്ഗാനിസ്ഥാൻ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. There was an anticipation that Afghanistan issue can come in. See, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പത്രം വരുമ്പോൾ there is some, okay, let's take an example of the headline that came on August 16th. What was the headline? Taliban captures Kabul. Whatever. അല്ലെ, ഇതായിരിക്കാം August 16th മിക്ക പത്രങ്ങളിലും തലക്കെട്ട്. അതിനുശേഷം എന്ത് വന്നിട്ടുണ്ടാവും? പല എഡിറ്റോറിയലുകൾ വന്നിട്ടുണ്ടാവും. അഫ്ഗാനിസ്ഥാൻ എന്ത് പറ്റി, അഫ്ഗാനിസ്ഥാന്റെ ഹിസ്റ്ററി എന്താണ്, അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ മാറിയ സ്ഥിതിക്ക് ഇന്ത്യ എങ്ങനെ അതിനെ റീകൺസൈൽ ചെയ്യും, ഇതൊക്കെ ആയിരിക്കാം വാർത്തകൾ വരുന്നുണ്ടാവാം. ഐ തിങ്ക് ദിസ് ഷുഡ് ബി ഹാപ്പനിങ് ഇൻ ദ ഹിന്ദു. ഞാൻ ഇപ്പൊ പേപ്പർ വായിച്ച് കുറച്ച് കാലമായി. ബട്ട് ഐ തിങ്ക് ദിസ് ഷുഡ് ബി ഹാപ്പനിങ് അല്ലേ? യെസ്, ദിസ് ഇസ് ഹാപ്പനിങ്. നൗ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രിലിംസിന് എന്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഐ തിങ്ക് ശാന്തി ദാറ്റ് വിൽ ക്ലിയർ യുവർ ഡൗട്ട്. ഇപ്പൊ പ്രിലിംസിന് ഞാൻ ഈ പഠിക്കുമ്പോൾ എന്ത് പഠിക്കും? ഓക്കെ, പ്രിലിംസിന് ക്വസ്റ്റ്യൻ വരാമെങ്കിൽ എന്ത് ചെയ്യാം? അഫ്ഗാനിസ്ഥാന് ചുറ്റുമുള്ള സറൗണ്ടിങ് കൺട്രീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ കുറച്ച് പ്രോമിനന്റ് പ്ലേസസ്, മസർ ഷെരീഫ് വാസ് ഇൻ ന്യൂസ്, ഹെറാത്ത് വാസ് ഇൻ ന്യൂസ്, കാബൂൾ വാസ് ഇൻ ന്യൂസ്. ഇത് നിങ്ങൾക്ക് പ്രിലിംസിൽ ചോദിക്കാം. മെയിൻസിന് എന്ത് ചോദിക്കാം? പ്രോബബ്ലി ഇഫ് യു ആർ എ PSI or പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷൻ സ്റ്റുഡന്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇൻ ലൈറ്റ് ഓഫ് ദ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ് ഇൻ അഫ്ഗാനിസ്ഥാൻ, what can be the role played by India? See, ഞാനിപ്പോ instant ആയിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റൻ ആണ്. But this is how UPSC will ask you, and this is exactly what your syllabus is saying. And probably interviewന് പോകുമ്പോ they will ask you, suppose Shanti, you are sitting in the personality test and there is one board member, okay, probably someone from the foreign service, and they are asking you, okay Shanti, suppose you are an Indian foreign service officer who is posted in Afghanistan, what will be your modus operandi in such a circumstance? See, ഒരു അഫ്ഗാനിസ്ഥാൻ വെച്ച് ഞാൻ പ്രിലിംസ് പറഞ്ഞു, ഞാൻ മെയിൻസ് പറഞ്ഞു, ഞാൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് പറഞ്ഞു. അപ്പൊ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ വെവ്വേറെ ആയിട്ട് പഠിക്കുമോ? ഇല്ല. Won't that be a Herculean task if you study different? Yeah. So that's what, yeah. So that is the first thing. Do not think in that way that എന്താണ് പ്രിലിംസിന് വേറെ കറണ്ട് അഫയേഴ്സ്, മെയിൻസിന് വേറെ കറണ്ട് അഫയേഴ്സ്, ഇന്റർവ്യൂവിന് വേറെ കറണ്ട് അഫയേഴ്സ് വിചാരിക്കരുത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, how do you filter out current affairs? That's where your biggest varigati, that is your syllabus, and the next biggest varigati, which is your previous year question papers, will help you. See, there is a pattern in which UPSC asks questions. Trust me, that is there. അത് പ്രിലിംസിനാവട്ടെ, മെയിൻസിനാവട്ടെ, ഇന്റർവ്യൂവിനാവട്ടെ. ഇന്റർവ്യൂ ഓൾസോ ഞങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് എഴുതും, അറിയോ? ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു കുട്ടി വന്നിട്ട് they will write a transcript. ആ ഇന്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റ് എഴുതി ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യും. Okay, see, that's the first thing we do when we get an interview call. പഴയ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ തപ്പി പിടിക്കും. So there is a pattern in which that question UPSC asks questions. So ഈ നിങ്ങൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഫസ്റ്റ് ഇപ്പൊ ചെയ്യേണ്ടത്, ഈ സിവിൽ സർവീസിൽ പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ അടുത്തുള്ള ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയിട്ട് സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത്, ഡിജിറ്റൽ അല്ല, പ്രിന്റ് ഔട്ട് ഇതുപോലെ എടുത്ത് നിങ്ങളുടെ ടേബിളിന്റെ ഫ്രണ്ടിൽ വെക്കുക. സി, നമ്മുടെ വീട്ടിലെ അച്ഛന്മാരും അമ്മമാരും പത്രം വായിക്കുന്നത് പോലെ അല്ല നമ്മൾ പത്രം വായിക്കുന്നത്. there is a different way altogether. അവര് പത്രം വായിക്കുന്നത് ഒരു നേരം പോകുന്ന ചായ കുടിക്കുമ്പോൾ ഒരു ഹാബിറ്റാണ്. നമ്മൾ പത്രം വായിക്കുന്നത് അതിൽ നിന്നും പ്രൊഡക്റ്റീവ് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. So that's the way you filter out current affairs in the from the newspaper. See, ഇപ്പൊ നമ്മുടെ അച്ഛന്മാര് പത്രം വായിക്കുമ്പോൾ പ്രോബബ്ലി they will even read the second page of the Hindu. നമ്മൾ ഇന്ന് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് നേരെ നാഷണൽ പേജിലോ ഇതിലോട്ടാണ് പോകുന്നത്. And then if your father or brother is a sports freak, they will read that sports page. Okay, I think that എന്താണ് UPSC ഇതാക്കി. I think UPSC asked an ICC question. But again, see, അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. See, that is also where പ്രിലിംസിന് ഒരു സ്കില്ല് വേണം എന്ന് പറയുന്നത് അവിടെയാണ്. Prelims is not about solving all the questions. It is about clearing the cutoff. And you know, prelims is about smart work. So, prelims എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ അവിടെ ഇതാവുന്നതല്ല, നമുക്ക് ആ കട്ട് ഓഫ് കയറണം. അപ്പൊ എന്താണ്
It's also about smart play of leaving those questions which you don't know. ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ അറിയും എന്നതേ പോലെ തന്നെ ഏത് ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യണം എന്നുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് UPSC ഓൾസോ നോട്ട്സ് കി നമ്മൾ അത് എഴുതിയാൽ നമ്മൾ തെറ്റിക്കും. യു ഷുഡ് ആക്ച്വലി നോട്ട് ഫോൾ ഇൻ ടു ദാറ്റ് പിറ്റ്. ആ ഒരു കുഴി ചെന്ന് വീണ് കൊടുക്കരുത്. സം പീപ്പിൾ ടേക്ക് തിങ്സ് ടു സോ മച്ച് ഇൻ ടു ദർ ഈഗോ. എക്സാം ഉള്ളൂ, അയ്യോ ഞാൻ ഒരു വർഷം പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ അറിഞ്ഞില്ലെങ്കിലോ, അരേ ഡ്രോപ്പ് ഇറ്റ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ ചില ക്വസ്റ്റ്യൻ ഇപ്പം എനിക്കറിയാം UPSC ചിലപ്പോൾ ചോദിക്കും വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും പുതിയ ഒരു ജീവിനെ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പൊ പത്രത്തിൽ ചിലപ്പോൾ UPSC ചോദിക്കും റീസെന്റ് സംതിങ് ഒരു ബയോളജിക്കൽ നെയിം തന്ന ജീവി വാസ് ഫൗണ്ട് ഇൻ വെസ്റ്റേൺ ഗട്ട്സ്, വാട്ട് ഇസ് ഇറ്റ് അസോസിയേറ്റഡ് വിത്ത്? സി ദാറ്റ് ഇസ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ ദാറ്റ് വി റിമെമ്പർ. നിങ്ങൾ ഒരു വർഷം പഠിക്കുമ്പോൾ ഒരു മിനിമം ഒരു 20 ജീവികളെങ്കിലും ഹിന്ദുവിന് മാത്രം വരും. ഇറ്റ്സ് നോട്ട് റിയലി പോസിബിൾ. ആ ക്വസ്റ്റ്യൻ ഒക്കെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, so the prelims is not only about solving all the questions, it is also knowing which question to drop. That's intelligent guess and skill of prelims. Okay Shanti, I think I addressed both of your questions. Yeah ma'am, ഇപ്പം പ്രിലിംസും മെയിൻസും നമ്മൾ ക്ലബ് ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞതും ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പം മെയിൻസിനാകുമ്പോൾ നമ്മൾ ഈ PDS അല്ലെങ്കിൽ LSG അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ ഉണ്ടല്ലോ കീവേഡ്സ് ആയിട്ട്. അപ്പൊ നമ്മൾ ഇപ്പം പത്രം വായിക്കുമ്പോൾ നമ്മൾ അതുമായിട്ടുള്ള എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്? Asking your question, taking from your examples, PDS, LSD, there can be anything that can be asked, അല്ലേ? പക്ഷെ എന്താണ് PDS? ഇപ്പൊ എന്തൊക്കെ ഒരാൾക്ക് നോട്ട് എന്തൊക്കെ എഴുതാം? PDS എന്താണ്? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. എന്തൊക്കെ കൊടുക്കും, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് അതിന്റെ ചാലഞ്ചസ്, എന്തൊക്കെയാണ് അതിന്റെ വേ ഫോർവേഡ്? ഇത് തന്നെയല്ലേ ഇങ്ങനത്തെ ചില കീ പ്രയോറിറ്റി തീംസിന്റെ ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് നോട്ട് ഉണ്ടാക്കാനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നോട്ട് മേക്കിംഗ്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിൽ ഇങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കി വെക്കാം. എന്താണ് നിങ്ങൾ നോക്കിയേ, അങ്ങനെ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്ന ഏതൊരു ആർട്ടിക്കിളും ചിലപ്പോൾ ഏറെക്കുറെ ഇതൊക്കെ തന്നെ ആയിരിക്കും തിരിച്ചു മറിച്ച് പറയുന്നത്. PDSന് എന്താ അത്രമാത്രം പ്രശ്നമാണോ? ഒരു 10 പ്രശ്നം കാണും അല്ലേ? ആ 10 പ്രശ്നത്തിൽ ഒരു 10-12 സൊല്യൂഷൻസ് കാണുമായിരിക്കും. നമ്മൾ ഈ സൊല്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് സൊല്യൂഷൻസ് ആയിരിക്കും, ഇംപ്ലിമെന്റബിൾ സൊല്യൂഷൻസ് ആയിരിക്കും. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടുള്ള 10-12 വേ ഫോർവേഡ് പ്രോബബ്ലി. നിങ്ങളിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ നോട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു അഫ്ഗാനിസ്ഥാൻ എക്സാമ്പിൾ തന്നെ പറയാം, ബിക്കോസ് ഐ എം ടെല്ലിംഗ് ദിസ് അഫ്ഗാനിസ്ഥാൻ ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഓൾവേസ് ഇൻ ന്യൂസ്. അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ okay, what is the issue in Afghanistan? Assuming that you are a GS student, what is an issue in Afghanistan? അത് കഴിഞ്ഞിട്ട് എന്താണ് why is Afghanistan important to India? Why is India important to Afghanistan? What are the different spheres of relation with India and Afghanistan? Benda we have diplomatic എന്താണ് we have this economic aid ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, and it is our pathway to Central Asia and all that. What has been India's efforts? ഇത്രയും നിങ്ങൾ നോട്ട് ഉണ്ടാക്കി വെക്കും. ഇനി നോക്കിയേ, നിങ്ങൾ ഇനി അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ഏത് ആർട്ടിക്കിൾ വായിച്ചാലും ഈ സ്പിയേഴ്സും തന്നെ ആയിരിക്കും. മിക്ക സമയങ്ങളിൽ എഴുതാനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചുമ്മാ ഈ വായിച്ച സാധനത്തിന് റീഎൻഫോഴ്സ്മെന്റ് തന്നെയായിരിക്കും പത്രത്തിൽ കാണിക്കുന്നത്. ചെക്ക് ആൻഡ് സി. ഞാനിപ്പോ പറഞ്ഞ കാര്യമല്ലാണ്ട് നിങ്ങൾ എത്ര ദിവസം വായിച്ച എഡിറ്റോറിയൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? അൺലെസ് ആൻഡ് അണ്ടിൽ യു ആർ അസ്യൂമിംഗ് ദാറ്റ് യു ആർ നോട്ട് എ PSC സ്റ്റുഡന്റ്, ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ? അല്ലെ? ക്ലൈമറ്റ് ചേഞ്ച്, why is climate change happening? What are the effects of climate change? You see the UPSC paper. UPSCക്ക് ഇഷ്ടമുള്ള 2-3 ഏരിയാസ് ഉണ്ട്. കോറൽ റീഫ്സ്, മാംഗ്രോവ്സ്, ഡെസർട്ടിഫിക്കേഷൻ, ഹിമാലയൻ ഗ്ലേഷ്യർ, എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവന്റ്സ്, എഫക്ട് ഓൺ ഇന്ത്യൻ മോൺസൂൺ. ഇതിന്റെ കുറച്ച് ഏരിയ ഇതാക്കി വെക്കുക. ഇത് തന്നെയാ ചോദിക്കല്. നിങ്ങൾ നോക്കിയേ, ഇനി ഈ ഒരു ഏരിയയിൽ നോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എഡിറ്റോറിയൽ വായിച്ചാല് എഡിറ്റോറിയൽ അത് തന്നെ ഉണ്ടാവുക. ഓക്കെ, മിക്ക സമയങ്ങളിൽ നിങ്ങൾക്കൊന്നും എഴുതാനുണ്ടാവില്ല. ഇപ്പൊ മെയിൻസിൽ നമ്മുടെ സിലബസ് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഗ്ലോബലൈസേഷനെ പറ്റി എപ്പോഴായാലും ഒരു ചോദ്യം കാണും. നമ്മുടെ കൾച്ചറൽ ഇൻഡിജിനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ലോസ് ആവുന്നു, ഇപ്പൊ കമ്മ്യൂണിസത്തിനെ പറ്റി, കാസ്റ്റിന്റെ റെലവൻസ് പോകുന്നു, അങ്ങനെ സ്ഥിരമായിട്ട് ഇവര് നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം. അത് സിലബസിലുണ്ട്, ആ ക്വസ്റ്റ്യൻ സിലബസിലുണ്ട്. അത് സിലബസിൽ തന്നെയുള്ള കാര്യം ചോദിക്കുന്നത്. നത്തിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഗ്ലോബലൈസേഷൻ എന്നുള്ള വാക്ക് സിലബസിലുണ്ട്, റീജിയണലൈസേഷൻ എന്ന വാക്ക് സിലബസിലുണ്ട്, കമ്മ്യൂണിസം എന്നുള്ള വാക്ക് സിലബസിലുണ്ട്, അർബനൈസേഷൻ എന്നുള്ള വാക്ക് സിലബസിലുണ്ട് അല്ലേ? ഇന്ത്യ അതിന് ഞാൻ എന്റെ സംശയം, നമ്മളൊരു കോച്ചിങ് സെന്റർ അസിസ്റ്റന്റ് എടുക്കണോ നമ്മൾ ഇതിനൊക്കെ നോട്ട്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ബ്രൗസിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് കിട്ടുന്ന മതിയോ? വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? See, as I said in the beginning, notes are for you to recreate in the exam. Notes are for you to
notes are for you to clear. Safwan sitting here does not know what is Shanti's strength and weaknesses. Safwan can only guide you. ഞാനിപ്പോ പറഞ്ഞതുപോലെ സഫ്വാനും പറഞ്ഞുതരും ഇങ്ങനെയൊക്കെയാണ് നോട്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പണി ഉണ്ടാവില്ല. ബട്ട് എങ്ങനെ ഉണ്ടാക്കണം ഇറ്റ്സ് യു അപ് ടു യു. സി ഐ ആം എ പേഴ്സൺ, ലെറ്റ് മീ ബി വെരി ചൈൽഡിഷ് ഇൻ ദിസ്. ഐ ആം എ പേഴ്സൺ who likes to write with a blue pen, pilot blue ink, with some colors, with some highlighters, with some margin and with some some sketch pen markings. I might be a person like this. Shanti might be a person who likes to use Evernote, probably Calibri font with size 12. Okay, for example, Ninu is a person who likes writing on OneNote with a font which is Comic Sans and a font which is 13. It can be anything, dear. It's only for you to understand. See, ഞാൻ ഇത്ര ബാലിശമായിട്ട് പറയാൻ കാരണം that is അത്രയ്ക്കും സിമ്പിൾ. നിങ്ങൾക്ക് എക്സാമിന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ട് എഴുതുന്നത്. അത് സഫ്വാന് പറഞ്ഞു തരാൻ പറ്റില്ല എങ്ങനെയാണ് നോട്ട് ഉണ്ടാക്കുന്നത്. സഫ്വാൻ can only guide you that various nuances of answer writing. അല്ലെ, ഞാനിപ്പോ പറഞ്ഞ സാധനം സഫ്വാൻ പറഞ്ഞുതരും. And probably Safwan is your mentor. He can tell you for a particular topic he can help you in detail. But how to make notes, what will eventually work for you, what is Afghanistan. Okay, for example, let's assume Safwan is giving me and Shanti an assignment to write a short note on Afghanistan. ഞാൻ എഴുതുന്ന നോട്ട് വേറെ ആയിരിക്കും, ശാന്തി എഴുതുന്ന നോട്ട് വേറെ ആയിരിക്കും. കാരണം എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ഡിഫറെന്റ്, ശാന്തിയുടെ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ഡിഫറെന്റ്. തിങ്ക് ഇൻ ദാറ്റ് വേ. യു നോ യുവർ സെൽഫ് ബെറ്റർ. സി അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള വാക്ക്. യു നോ വാട്ട് വേ യു ലൈ, അല്ലേ? Yeah, ma'am. That's it. Yeah, ma'am. Ma'am, one last question from my side, okay? ഞാൻ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. No, please. ഇല്ല മാം, നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മൾ ഒരു സർവീസിൽ കയറുമ്പം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാര്യത്തിന്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ എപ്പോഴും ചിന്തിക്കണമെന്നാണല്ലോ. നമുക്ക് ആ ഒരു എബിലിറ്റി എപ്പോഴും വേണം. അപ്പൊ നമ്മള് ആസ്കിങ് യു അങ്ങനെ ഒരു ഭയങ്കര ഒരു സില്ലി ട്രിവിയൽ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മള് ഒരു ആ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ എല്ലാത്തിനും ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് ഇതിന്റെ പ്രോസും കോൺസും നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാന്നൊക്കെയുള്ള അത് സ്കില്ല് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഭയങ്കര ആവശ്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു പ്രൊഫഷൻ നമ്മൾ മുന്നിൽ കാണുമ്പോൾ. അപ്പൊ മാം എങ്ങനെയാ അത് അങ്ങനെ ഓക്കെ ഒരു സമയമായപ്പോഴത്തേക്ക് തനിയെ നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നതാണോ, അതോ നമ്മൾ അത് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണോ, എന്താ അതിനെ പറ്റി? നിങ്ങൾക്ക് സിവിൽ സർവീസ് വേണ്ട, എന്തൊരു കാര്യത്തിനും ഒരു രണ്ട് വശം ഉണ്ടാവുമല്ലോ, അല്ലേ? രണ്ട് വശം ഏതൊരു കാര്യത്തിനുണ്ട്. ഒരു സൈഡ് മാത്രം ചിന്തിച്ച് ചെയ്ത് ദാറ്റ് വിൽ ബി വെരി ഷോർട്ട് സൈറ്റഡ്, ഒരു വളരെ ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഗിവിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് സൊല്യൂഷൻസ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുകയല്ല. ഇതിന് പല നുവാൻസസ് ഉണ്ട്. യു ഹാവ് ടു പുട്ട് ആൻ ഇംപ്ലിമെന്റബിൾ അഡ്മിനിസ്ട്രേറ്റീവ് സൊല്യൂഷൻ. യു ആർ അൾട്ടിമേറ്റ്ലി ദ എക്സിക്യൂട്ടീവ്, റൈറ്റ്? യു ആർ aspiring to be the part of the permanent executive. ഉണ്ടാക്കിയ നിയമം ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പല പേപ്പറിൽ എവറിത്തിങ് ലുക്സ് ഗുഡ്. ആ സാധനം ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താണ്, യു ആർ ബ്രിങ്ങിങ് സംതിങ്. ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാണ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്, ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് ഉള്ളത്, ഇത് ചെയ്യുമ്പോൾ ഹോളിസ്റ്റിക്കലി എന്താണ് നമുക്ക് നെറ്റ് എഫക്ട് എന്താണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ് and civil service is part of the daily life. So that's it. Don't think it in a different way. See ippom as of now, if you are Shanti, you are also doing it in a daily way, alle ippom nammal let me put it in a very simple way. Swiggy the food order cheyumbo, okay ee restaurant order cheyda chelappo namukku 20% off kittum, okay പക്ഷെ അവിടുത്തെ ടേസ്റ്റ് ഇത്ര പോരാ. So you also do this, right? You also do this in a daily basis. That's the same thing. See guys, let me just tell you as one note. So this civil services preparation is you. It's about appreciating you. It's about you. It's not really about, when I session cheyidu, I would not at all tell any one of you to be like me. I am a different person. ഞാൻ എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സിനും അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടായിരിക്കാം I probably landed up in this rank. But that doesn't mean എല്ലാവരും അത് ചെയ്യണം എന്നുള്ളത്. ഈച്ച് വൺ ഓഫ് യു സിറ്റിംഗ് ഹിയർ ആർ ക്വൈറ്റ് ഓർ ഓൾ ഡിഫറെന്റ് പീപ്പിൾ യാർ. എല്ലാവരും യുണീക്ക് ആണ്. എല്ലാവർക്കും എല്ലാവരുടേതായ ഓരോരോ സ്ട്രെങ്ത് വീക്ക്നെസ് ഉണ്ട്. ട്രൈ ടു അപ്രീഷിയേറ്റ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദാറ്റ് ഇസ്. ആൻഡ് ഞാനൊരു കാര്യം പറയാം. ലെറ്റ് മീ ടെൽ യു വൺ പേഴ്സണൽ തിങ് വിച്ച് kept me motivated in this long 4 years of journey.
4 വർഷമായിരുന്നു ഞാൻ ഈ സിവിൽ സർവീസ്. ആസ് സഫാൻ സെഡ്, we were together in the classes, and 4 വർഷം, Safan knows, 4 years, nearly 4 years of preparation journey. And you know what actually kept me motivated? The fact that, see, ഒരു ദിവസം IAS ആകും എന്നുള്ളതായിരുന്നില്ല എന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തിയ ഒരു കാര്യം. എന്നെ മോട്ടിവേറ്റ് നിർത്തിയ ഒരു കാര്യമുള്ളൂ. Actually, I must tell you, it's a small anecdote, Safan, I just tell that. ഞാൻ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് I had actually attended ഒരു ഓറിയന്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്തു. നിങ്ങളെ പോലെ തന്നെ ഒരു ഓറിയന്റേഷൻ സെഷൻ 4 വർഷം മുന്നേ. നിങ്ങളിപ്പോൾ പറയുന്ന എല്ലാ അൺസർട്ടനിറ്റീസും എല്ലാ ഡൗട്ട്സും, എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം എന്നുള്ള എല്ലാ സംശയങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. ആ സമയം I went attended an orientation session. So there were around 100-150 people that were sitting. And അപ്പൊ അന്നൊരു സാർ, ആ സാറിന്റെ പേരൊന്നും ഓർമ്മയില്ല. That sir said, ഇവിടെ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന 150 പേര് സർവീസിൽ കയറും ഞാൻ പറയുന്നില്ല. That's not really possible. But I can tell you one thing with a guarantee. ഇരിക്കണ 150 പേരും, if you are doing this preparation sincerely, you are only gaining in your life. Okay? You are only gaining in your life. And trust me, that is something which kept me motivated. This is a difference I found in me. 2016 എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയി. ഇന്ന് 2021 നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു, ലെറ്റ് മീ സേ, നമ്മളിപ്പോൾ എന്റെ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ഒന്നും വേണ്ട, നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തിയായിരിക്കുമ്പോൾ ആ ഒരു 4 വർഷത്തെ ജേർണിയിൽ I can tell you one thing. This preparation has changed me as a person. It has changed me in the way I speak. ഞാൻ സംസാരിക്കുന്ന രീതി, ഞാൻ ചിന്തിക്കുന്ന രീതി, ഞാൻ അനലൈസ് ചെയ്യുന്ന രീതി, ഞാൻ ഇടപഴകുന്ന രീതി, ഞാൻ എന്നെ എല്ലാ രീതിയിലും ഇത് മാറ്റിയിട്ടുണ്ട്. സോ ശാന്തി ചോദിച്ചില്ലേ എങ്ങനെയാണ് ആ തോട്ട് പ്രോസസ് മാറിയത്? ബിക്കോസ് ശാന്തി, ഐ എം ഷുവർ ഒരു വർഷത്തിനപ്പുറം when you are sincerely into this journey, you will feel that change. And I think Safwan, you will also agree with me. സഫ്വാനും ഇത് അഗ്രി ചെയ്യും. കാരണം സഫ്വാൻ ഞാൻ സഫ്വാനെ കാണുമ്പോൾ ഒരു ഫ്രഷ് കോളേജ് പാസ് ഔട്ട് ആയിട്ടാണ് സഫ്വാൻ വന്നത്. And today he is your mentor. See, the way he has transformed, and he is mentoring more of you. See, ഞാൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് സഫ്വാൻ ഇപ്പൊ കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു കൊച്ചാളായിട്ടാണ് I saw Safwan. എനിക്ക് ഓർമ്മയുണ്ട്. So see how things have changed. ഇത് എനിക്ക് മാത്രമേ സംഭവിച്ചല്ല. It will happen with everyone. So trust me guys, the fact that, see, why should you be demotivated by a fact, by some, നിങ്ങൾ demotivate ചെയ്യേണ്ട കാര്യം എന്താണ്? You are actually gaining, അല്ലേ? So that should actually motivate you. That should keep you going. So I think Safwan, you would also agree with me, and if you want to share, you can add your insights as well. Yeah, definitely. ഞാൻ ഇന്നലത്തെ സെഷനിൽ വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി അല്ല, പേഴ്സണലി. നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സിവിൽ സർവീസിന്റെ 3rd സ്റ്റേജ് ആണെങ്കിൽ പോലും നമ്മൾ ഈ ത്രൂ ഔട്ട് ദിസ് ജേർണി, ത്രൂ ഔട്ട് ദിസ് പ്രിപ്പറേഷൻ നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ദീനെ പറഞ്ഞ വളരെ സത്യമാണ്. ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ഫ്രഷർ ആയിട്ട് ഞാൻ വന്നു. പിന്നീട് എന്റെ ലൈഫിൽ തന്നെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീനക്ക് തന്നെ പല സ്റ്റേജുകൾ അറിയാവുന്നതാണ്. എനിക്കറിയാം, ദീനയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് യു വിൽ ബി എ ഗുഡ് റെസ്പോൺസിബിൾ സിറ്റിസൺ. എക്സാക്ട്ലി. സി, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സിവിൽ സർവീസിൽ കയറി തന്നെ നാടിനെ സേവിക്കണമെന്നില്ല. യു ബി ഗുഡ് സിറ്റിസൺസ്, യു ആർ സർവിംഗ് ദ നേഷൻ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. See, governance and government is everyone together. Government is not only those sitting in the secretariat, those sitting in various departments. You, me, everyone are society. You, me, everyone are government. All of us are aspects, are important elements of. നിങ്ങൾ governance പഠിക്കും. What are the important elements of governance? You, me, everyone are government. All parts of governance. So ഒരു നാടിനെ സേവിക്കാൻ സിവിൽ സർവീസിൽ കയറണം, അല്ലെങ്കിൽ പേരന്റ് സൈഡിൽ ആ 3 അക്ഷരം വരണം എന്നൊന്നുമില്ല. It definitely gives you a very good opportunity to serve the society. ഒരു വളരെ ഭംഗിയുള്ള, ഞാനിപ്പോൾ ഒരുപാട് ഓഫീസേഴ്സിനോട് സംസാരിച്ചു. Everyone are speaking in that way, and that really makes me excited to be a part of the service. ഒരുപാട് ചെയ്യാൻ ഒരുപാട് മേഖലകളുണ്ട്, ഡെഫിനറ്റ്ലി. ബട്ട് അതുപോലെ തന്നെ പല മേഖലകളുണ്ട്. യു ബി എ ഗുഡ് സിറ്റിസൺ. ഇപ്പൊ താഴെ ഒരു നിങ്ങളുടെ വേസ്റ്റ് അറിയാണ്ട് നിങ്ങളുടെ വേസ്റ്റിനെ നിങ്ങൾ മര്യാദയ്ക്ക് ഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ സർവിംഗ് ദ നേഷൻ, അല്ലേ? സോ നോട്ട് റിയലി ഒരു കളക്ടറേറ്റിൽ ഇരുന്നാൽ മാത്രമേ നമ്മൾ നേഷനെ സെർവ് ചെയ്യൂ എന്നൊന്നുമില്ല. അതെ, നമുക്ക് നല്ലൊരു അറിവുണ്ടാകും. ആ അറിവ് വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമുക്ക് തന്നെ തിരുത്താവുന്നേ ഉള്ളൂ. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ച എക്സാമ്പിൾ തന്നെ ദീന പറഞ്ഞത്. നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കുപ്പി കാണുകയാണ്, ജസ്റ്റ് അത് എടുത്ത് ഒന്ന് മാറ്റി വെക്കും. അല്ലെങ്കിൽ ഒരു മരത്തടി കാണുകയാണ്, വി ആർ ജസ്റ്റ് മൂവിങ് ദാറ്റ് അവേ. ബാക്കിയുള്ളവർക്ക് ആ വഴി തടസ്സപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറിയ സിമ്പിൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് ചെയ്താൽ മതി. See, I think Safwan, ഞാനത് ഒരു ഓൺലൈൻ മീഡിയയിലും പറഞ്ഞ കാര്യമാണ്. നമ്മുടെ let me tell you, to be very honest, ഞാൻ ആക്ച്വലി I don't want to make these flowery talks. അതുകൊണ്ടാണ് ഞാൻ
ഈ ഒരു കാര്യം ഐ ആം ടെല്ലിങ് യു ബ്ലണ്ട്ലി. സി ബിക്കോസ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണം, ഇൻട്രോസ്പെക്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് സീ ദ റിയാലിറ്റി, നോട്ട് ദ ഫ്ലവറി സൈഡ്. സി നമ്മളുടെ ആസ്പിറൻസിന് ഇൻക്ലൂഡിങ് മീ, യു, എവറി വൺ, നമ്മളുടെ ഇടയിൽ സിവിൽ സർവീസസിന്റെ മോട്ടിവേഷൻ ആയി കാണിക്കുന്നത് എന്തൊക്കെയാണ്? വിക്രമാദിത്യൻ സിനിമയിലെ BGM, ദുൽഖർ സൽമാൻ അല്ലേ, ജോസഫ് അലക്സ് തേവള്ളി പറമ്പിൽ, മറ്റേ സിനിമയില് ഹിന്ദിയിലാരോ കമ്മീഷണർ, പിന്നെ ഹിന്ദി സിനിമയിൽ ആരോ ഉണ്ടല്ലോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ മോട്ടിവേഷൻ പേജ് എടുത്ത് നോക്കിയേ, വെള്ളക്കാറ്, അതിന്റെ മേലുള്ള ലൈറ്റ്, ആൾക്കാരടിക്കുന്ന സല്യൂട്ട്, ആ BGM. സി ഗൈസ്, നമ്മളെ തെറ്റല്ല, നമ്മളുടെ ഇടയിൽ മോട്ടിവേഷൻ ആയിട്ട് സെല്ല് ചെയ്യുന്നത് ഇതൊക്കെയാണ്. ബട്ട് ട്രസ്റ്റ് മീ, എത്ര പേരാണ് ഒരു പാവപ്പെട്ടവന്റെ മുഖം നിങ്ങൾക്ക് സിവിൽ സർവീസസിൽ കയറാൻ മോട്ടിവേഷൻ ആയി കാണിക്കുന്നത്? സി ദാറ്റ് ഷുഡ് ബി യുവർ മോട്ടിവേഷൻ. ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഒരു അരി, അവന് ആ റേഷൻ കാർഡ് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പാവപ്പെട്ടവന് ഒരു തൊഴിലുറപ്പിന് കാർഡ് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ, that should be your source of motivation to join the civil services, not these things which is sold. Okay, എനിക്കറിയാം ഇവിടെ ഓരോരുത്തരും ആ മിക്കവാറും ആ വിക്രമാദിത്യൻ സിനിമയിൽ ആ ഒരു ട്യൂൺ ഉണ്ടല്ലോ, ആ ട്യൂണും ആ അനൂപ് മേനോന്റെ ക്യാരക്ടർ, ദുൽഖർ സൽമാന്റെ ക്യാരക്ടർ നോക്കി സല്യൂട്ട് അടിക്കുന്ന ഒരു സി ദാറ്റ് ലുക്സ് ഗുഡ് ഓൺ മൂവീസ്. അല്ലെങ്കിൽ ഇങ്ങനെ മമ്മൂട്ടി ചെയ്യുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ സി ദാറ്റ് ആർ മൂവീസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം നോട്ട് ബീങ് ക്രിട്ടിക്കൽ ഓഫ് ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. ഐ എം സ്പീക്കിംഗ് ആസ് എ പേഴ്സൺ ഹൂ ഇസ് ഇൻ ടു ദ സിവിൽ സർവീസസ്. ആൻഡ് ഇതിൻ്റെ അകത്ത് പ്രാക്ടിക്കലി ഉള്ളവർ പറഞ്ഞ കാര്യം, എന്നെക്കാൾ കൂടുതൽ റിച്ച് എക്സ്പീരിയൻസ് സിവിൽ സർവീസസിലുള്ളവർ പറഞ്ഞ കാര്യമാണ്. അവരെ എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്തത്, അവരെ പിടിച്ചു നിർത്തുന്നത് ഇതാണ്. ലൈക്ക് their act of job is influencing a very poor man to get something as basic as a ration card. അയാൾക്ക് ഒരു നേരത്തെ അരിയാണത്. That should be your source of motivation rather than all these things. Instagram the page എടുത്താൽ I'm sure this is what is your motivation അല്ലേ? I think Safwan you would have seen. That's a wrong information that is being passed on to students. ഇത് ഇങ്ങനെ റോങ് ആകുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് പാളി പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആവും. ദാറ്റ്സ് നോട്ട് അവർ ഫോൾട്ട് ആസ് വെൽ. സൊസൈറ്റിക്കും ഉണ്ട്, അത് സൊസൈറ്റിക്കും ഉണ്ട്. ഒരു ആവശ്യമില്ലാത്ത ഒരു പാരഫേറിയ. See, I think your source of motivation is the fact that you can work for the very common people of the country. That should be a motivation to join the services. Good evening, ma'am. Good evening, Yadu. Yes. My name is Yadu Krishna, and right now ഞാൻ 2019 എൻ്റെ ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓണേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ വെറുതെ നിൽക്കുകയാണ്. Right now I'm doing a PG in distance, but that's actually just for the passion of the subject. Ma'am, എനിക്ക് ചോദിക്കാനുള്ളത്, I have two set of questions. One is like very personal. And the second one is like very professional to him. And the first question like I'm representing a very minor group of aspirants who started having the IAS dreams like all of a sudden. കാരണം ഞാൻ എൻ്റെ 10th വരെ I was a very studious person. Then I went on to the science stream. Like first full A+ കിട്ടിയാൽ സയൻസ് സ്ട്രീം പഠിക്കണമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ സയൻസ് സ്ട്രീം പഠിക്കുന്നു. Then ultimately I realized that this is not my way. അങ്ങനെ ഞാൻ പകുതി വഴിക്ക് എൻ്റെ എൻട്രൻസ് പ്രിപ്പറേഷൻസ് ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നു. അഗൈൻ ഔട്ട് ഓഫ് പാഷൻ ഐ ടേക്ക് മൈ സബ്ജക്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നു, പഠിക്കുന്നു. ദെൻ ഞാൻ ഒന്നുമില്ലാതെ അവസാനം PSCയുടെ പ്രിപ്പറേഷനിൽ നടക്കാണ്. സോ ദിസ് ഇസ് വാട്ട് മൈ കണ്ടിന്യൂ. സോ നോക്കുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു താഴെ കുത്തനെ ഇറങ്ങുന്ന ഒരു ഗ്രാഫാണ് എന്റെ ലൈഫ് എന്ന് പറയുന്നത്. സോ അൾട്ടിമേറ്റ്ലി UPSC പ്രിപ്പറേഷൻസ് ഐ സീ ഇറ്റ് ലൈക്ക് വിൻഡോ ദാറ്റ് വുഡ് ലെറ്റ് മീ സീ ദ ഔട്ടർ വേൾഡ് മോർ ക്ലിയർ. സോ എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, ലൈക്ക് ദർ വാസ് എ ടൈം ഇൻ മൈ ലൈഫ് വെർ ഐ നീഡ് ടു അണ്ടർഗോ വെരി ബിറ്റർ സിറ്റുവേഷൻ ആൻഡ് this is the only way that I could overcome everything എന്ന് എൻ്റെ മൈൻഡ് ശരിക്കും പറയുന്നുണ്ട്. സോ ലൈക്ക് അപ്പാർട്ട് ഫ്രോം മാം ഇപ്പം പറഞ്ഞ പോലെ സർവീസ് എന്നതിലുപരി ഇറ്റ്സ് ലൈക്ക് എനിക്ക് ലൈഫിൽ ഒരു വേക്കപ്പ് കോൾ ആണ് ശരിക്കും ഈ UPSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ മൈ ക്വസ്റ്റ്യൻ ടു യു ഇസ്, ഐ എം ഷുവർ ലൈക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ ഭാഗ്യം, അല്ല പറ്റിയില്ല എങ്കിൽ my question is, what are the mental dilemmas that I need to overcome? Like ഞാൻ കടന്നു പോകേണ്ടത് undergo during my like these long year preparations. മാം പോയ ഈ ഒരു 4 years like what are the mental, കല്യാണത്തിന്റെ അതൊക്കെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് കല്യാണത്തിന്റെ ഇത് വരും, അങ്ങനെ ഒരുപാട് സോഷ്യൽ സ്റ്റിഗ്മാസ് ഉണ്ട് ഇതിന്റെ കൂടെ ഉണ്ട്. 24 എനിക്കിപ്പോ 24, 2 വർഷം കഴിയുമ്പോൾ 26 കെട്ടിക്കാറായില്ലേ, ലൈക്ക് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഐ നീഡ് ടു ഫേസ് ദാറ്റ്. അപ്പൊ എന്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു പെൺകുട്ടി എന്ന് നിലയ്ക്ക് ഇത്രയും 4 years തീർച്ചയായും മാമിന്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് like led you to the way, അതായത് മാം സ്ട്രഗിൾ എടുത്ത ഒരുപാട് മെന്റൽ സ്ട്രഗിൾസ് എന്താണ്? That's my first question.
And my second question is like very professional. നമുക്കുള്ള ഒരു പേപ്പറാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ഇൻസിഡന്റ് കോട്ട് ചെയ്തിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളത് മാമിന് ഭയങ്കര ക്ലിയർ ആയിരിക്കും. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ പഠിക്കുന്ന എത്തിക്സ് പേപ്പറിലെ എത്തിക്സ് എന്തുമാത്രം ഒരു സിവിൽ സർവന്റിന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ്? I don't want to quote the incident, but I can guess. Yeah, yes, ma'am. Thank you. Yes, ma'am. Okay, let me take your question on ethics. See, let me tell you, ethics നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. See, ethics there is one very interesting area where you learn about the foundational values of a civil servant. See, that gives you an insights about what a civil servant should be. Theoretical. Okay, that gives you insights on that. Now, നമ്മൾ സ്കൂളിൽ പല കാര്യങ്ങൾ പഠിക്കും. Now, നമ്മൾ അത് പ്രാക്ടിക്കാലിറ്റിയിൽ എപ്പോഴാണ് കൊണ്ടുവരുന്നത്? ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ യു ഇംബൈബ്. ഈവൻ ഇപ്പം ഞങ്ങളിപ്പം ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ പോകണം. വി ഗോ ടു വേരിയസ് ഓഫ് അവർ പേരന്റ് അക്കാഡമീസ്. ദേ ടെൽ യു വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഓഫ് എ സിവിൽ സർവന്റ്. ഫീൽഡിൽ എന്താണെന്നുള്ളതൊക്കെയാണ് ലബാസ്നയിലും ഹൈദരാബാദിലും നാഗ്പൂരിലൊക്കെ പറഞ്ഞു തരുന്നത്. ബട്ട് അത് എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് അപ് ടു അസ്. അത് തന്നെയാണ് എത്തിക്സ് പേപ്പറിലും ചെയ്യുന്നത്. സി, ethics paperless score is not at all a reflection of ethics of a person. It's not really always. അപ്പം ഒരാൾക്ക് ഭയങ്കര മാർക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് അയാൾ ഭയങ്കര എത്തിക്സ് ആണെന്നോ മാർക്കില്ല. സി, ethics paper is one of the many papers, one of the 9 papers in the mains examination. ഒരാൾക്ക് ഭയങ്കര എത്തിക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് എഴുതേണ്ട ഒരു പാറ്റേണിൽ എഴുതിയില്ലെങ്കിൽ എന്താണ്, അയാള് ആ പേപ്പർ ക്ലിയർ ഇല്ല. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് അസ്യൂം ലാസ്റ്റ് ടൈം ഞാൻ എക്സാം എഴുതിയപ്പം UPSC had decided that they will inflate ethics marks. എല്ലാ വർഷവും UPSC ഏതൊരു പേപ്പർ ഇൻഫ്ലേറ്റ് ചെയ്യും. So they decided that they will inflate UPSC ന്റെ മാർക്സ്, എത്തിക്സിന്റെ മാർക്ക്. See, one person would have got last year exam എഴുതിയ ഒരു വ്യക്തിക്ക് കഴിഞ്ഞ വർഷം ഒരു 150 മാർക്ക് വരും. യൂഷ്വലി 150 ഒന്നും പോവില്ല. ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ട് ഒരു 150 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും. 150 മാർക്ക് കിട്ടി. 150 മാർക്ക് കിട്ടി, അയാൾ സർവീസ് കയറില്ലെന്ന് വെച്ചോളൂ. ഈ വർഷം ആ വ്യക്തി വീണ്ടും എഴുതി. അയാളുടെ റൈറ്റിംഗ് സ്റ്റൈലിൽ എന്തോ പ്രശ്നം മാറ്റിയിട്ട് അയാൾക്ക് 110 മാർക്ക് കിട്ടിയെന്ന് വെച്ചോളൂ. അപ്പം നെറ്റ് 30 മാർക്ക് വ്യത്യാസം ഉണ്ടല്ലേ? Does that mean that person ethics മാറിയെന്ന്? See, ethics പേപ്പറിൽ മാർക്ക് കിട്ടുന്ന ഇറ്റ്സ് ഓൺലി ഡിപ്പെൻസ് അപ്പോൺ ഹൗ യു റൈറ്റ്. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ, ഒരു ആൻസർ റൈറ്റിംഗ് പാറ്റേൺ ഉണ്ട്. So it's like any paper that you write. So that is a different story. That's about ethics, what I would say. Next is Yadu, when the personal question you asked me, are you particularly wanting me to address about the patriarchal elements in the society, what would I would face, and let me be very straight, and how I overcome that. മാം, അതിന്റെ ഫെമിനിസ്റ്റിക് നോഷൻ കൊടുക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. ലൈക്ക് ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് യു കുഡ് ടെൽ ഇറ്റ് ഇൻ എ വെരി ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഒരു പെൺകുട്ടി ഫേസ് ചെയ്യുന്നു. No, this is not a feministic point illa. What this is something which is a reality. Acknowledging reality is not a feministic notion. Yes, it's patriarchal elements in the society is there. Can anyone deny that? No, ma'am, no. Not really. See, so this is something which is like ഞാൻ പറയുന്നല്ലോ, our intention is to acknowledge the problem, and we have to acknowledge the problem the way it is. So definitely, I think anyone sitting here, if you are boy, anyone, it's boy or girl, patriarchal elements are facing. So that's a different story. If I put in a layman way, see, whatever be, patriarchal elements are one of the many challenges, and definitely everyone would face, and I also face. Let's see how I overcome that. So firstly, I think you only told the answer that it was a great family support. This journey, I would always say, has been an outcome of a beautiful teamwork, which I say. It's a beautiful teamwork. See, the teamwork in the world, let me be very honest, that I had done my, I had rather pursued my civil service in the ആഗ്രഹം വളരെ സിൻസിയർ ആയി തന്നെ ഞാൻ 4 വർഷം പുഷ് ചെയ്തു. ഞാൻ ആവശ്യമില്ലാത്ത ഉഴപ്പുകളിലോട്ടോ ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ പോയിട്ടില്ല. I think if Safwan knows me, it's not a self promotion, but I think if you remembers, ഞാൻ ആവശ്യമില്ലാത്ത I go to my class, I attend my classes, I come back, I sit and study, and that's the way it has been. ഞാൻ and I can be quite I can be quite honestly telling that ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ സിൻസിയർ ആയിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. So when I did that, my parents, I could earn the trust of my parents, my brother. അവർക്ക് ആ ട്രസ്റ്റ് ചെയ്യാൻ പറ്റി. So what happens is that when I could gain that much needed trust, what happens is that പിന്നെ വരുന്ന ഈ എലിമെന്റ്സ് ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല. They stood as that protective barrier around me. Whatever things that happened, they faced it. And I would not say they faced it.
they not let me inside. ഞാൻ ആക്ച്വലി അറിഞ്ഞത് മാത്രം ഈ ഒരു എന്താണ് പഠിത്തത്തിന്റെ nuances ആണ് ഞാൻ അറിഞ്ഞത്. So I think first is a very effective family support. Second is I think I was of the idea that as I said, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ, I was having the opinion that I am gaining in this process. So why should I be bogged down by something when I am gaining? Yeah, that's no. Number 3, I know I am doing the right thing. I'm not doing anything wrong, and I'm not hurting anyone. That's a fund I keep in life. I'm not hurting anyone. I'm not doing anything wrong for anyone. And it's none of anyone's business to come and pester me when I'm doing something right. So I would not really, unless a constructive criticism, ഒരു അനാവശ്യ ഒരു പെസ്റ്ററിംഗ് ലെവലിലോട്ട് പോകുമ്പോൾ I would not really take heed to, or അത് ഭയങ്കരമായിട്ടും അത് ഒരു മൈൻഡിൽ എടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. So I was probably somewhere self-motivated that idakka sambhavikkum and you should hold it, and of the idea that we are ultimately trying to be civil servants, and as civil servants we have to face challenges. So and in the civil services preparation journey you are actually preparing to be a civil servant as well. So I think these things kept me motivating and was not much difficult, even though the 4 years journey was very, very beautiful. Even though it has been a roller coaster, it has been very beautiful and I thoroughly enjoyed it. Keep these things in mind, you will also enjoy it. Is that clear, Yadu? Thank you, ma'am. Thanks a lot. Thank you so much. Okay, fine. ദീന, ചാറ്റ് ബോക്സിൽ 1-2 ക്വറീസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് അതുകൂടെ ഒന്ന് നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ 1 മണിക്കൂർ 20 മിനിറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞിട്ടില്ല സമയം എത്രമാത്രം പോയത്. Okay, so one question was from hi ma'am, I am Fatima Fida, studying 9th class. Everyone says ഒരു ജോലി ശരിയായിട്ട് പോരെ IAS. Why they say like that? Is it correct? Then she says that she don't know how to speak in English. What should she do? എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫിദ. Okay, ഫസ്റ്റ് ജോലി ശരിയായിട്ട് പോലെ IAS. See, ഞാൻ നേരത്തെ അനുലാലിനോട് പറഞ്ഞ ഉത്തരം തന്നെയാണ്. See, വേറൊരാള് നമ്മൾക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഫിദയ്ക്ക് ജോലി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ഫിദയ്ക്ക് തോന്നുന്നു ശരി ഞാനൊന്ന് കുറച്ച് എന്റെ ബാങ്കിൽ സ്വന്തമായിട്ട് സമ്പാദിച്ച കുറച്ച് ബാലൻസ് ഉണ്ടാക്കിയിട്ട് ഞാൻ IAS പഠിക്കാം എന്ന് ഫിദയ്ക്ക് തോന്നിയ ഫിദ ജോലി ചെയ്തിട്ട് IAS പഠിക്കും. ഫിദയ്ക്ക് തോന്നിയില്ല ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ പാടെ ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യട്ടെ എന്ന് ഫിദയ്ക്ക് തോന്നിയ ഫിദ പഠിക്കും. External person who doesn't know you should not be deciding what the other person is saying. So I think that covers that question. Second question, whether you know English or not. See, English അറിയുന്നത് നിങ്ങൾ നോക്കൂ. ഇപ്പൊ നിങ്ങൾ IAS കിട്ടിക്കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം മഹാരാഷ്ട്ര കാഡ്ര കിട്ടിയെന്ന് വെച്ചോ, അവിടെ പോകുമ്പോൾ ഇംഗ്ലീഷ് ആവശ്യം വരൂല, അവിടെ പോകുമ്പോൾ മലയാളം ആവശ്യം വരൂല, അവിടെ വരുമ്പോൾ ഹിന്ദി ആവശ്യം വരൂല, അവിടെ പോകുമ്പോൾ മറാഠി ആവണ്ടേ, ആൻഡ് ദേ വിൽ ടീച്ച് യു. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, മലയാളം മീഡിയത്തിൽ എക്സാം നടക്കുന്നുണ്ട്. ബട്ട് ഐ എം ഷുവർ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിയായിരിക്കാം. ചിലപ്പോൾ ഒരു ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഇതുണ്ടാകും. പക്ഷേ ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ സൊസൈറ്റി ഒരു ഇംഗ്ലീഷ് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി വെക്കുന്നു. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. ഏതൊരു വ്യക്തിക്കും ഒരു ലാംഗ്വേജ് 6 മാസത്തിൽ പഠിച്ചെടുക്കാം. മനസ്സിലായില്ലേ? നമ്മളിപ്പം കേരളല്ലേ, നമുക്ക് IAS കാഡർ അലൊക്കേറ്റ് ആകുമ്പോൾ 2-3 മാസത്തിൽ പഠിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് എക്സാം ഒക്കെ ക്ലിയർ ആവണം. അതെന്താണ്? IAS എക്സാം പാസ് ആവുന്നവർക്ക് ഒരു ഭാഷ പഠിച്ചെടുക്കാം, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷിനെ വലിയ കാര്യമായിട്ടൊന്നും ഇതാക്കണ്ട. യു വിൽ നോ. ഇതൊക്കെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് അറിയായിരിക്കും. എന്താ പറയാ, ബേസിക് ഭയങ്കര എന്താ പറയാ ഷേക്സ്പിയറിയൻ ലാംഗ്വേജ് ഒന്നും അറിയണ്ട. കുറച്ച് ബേസിക് ഗ്രാമർ, കുറച്ച് ഇത്. കാരണം ഇപ്പം എന്താ പറയാ, നേരെ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ ആദ്യത്തെ 50 റാങ്കിൽ വന്നവരുണ്ട്. സോ അങ്ങനെ തോന്നൂല. ലാംഗ്വേജിന് അവിടെ റോളൊന്നുമില്ല. നമ്മൾക്ക് അറിയണ ആശയം വൃത്തിക്ക് എഴുതാൻ പറ്റാനുള്ള ഭാഷ അറിഞ്ഞാൽ മതി. ഓക്കെ ഫിദ? ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. സഫാൻ, അടുത്ത ഏതാ ക്വസ്റ്റ്യൻ? Similarly, Basim has asked one question. Yeah. As a 11th CBSE humanities student, passionate and about social studies, that's why he took humanities as a subject, I think. Okay. Who has been attending classes like Crystal Hub here and there, and is there anything that particular he should do now? എന്ന് ചോദിക്കുന്നുണ്ട്. I do not really understand the essence ഇത്രേ of ഉള്ളൂ. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അവിടെയും ഇവിടേക്കായിട്ട് ചില ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതേ സമയത്ത് CBSE ഹ്യൂമാനിറ്റീസ് +1 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പൊ സ്കൂളല്ലേ, സ്കൂള് പഠിക്കൂ. ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് പേരെങ്ങനെയാണ് പറഞ്ഞത്? ബാസിം. ബാസിമിനൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയൊരു UPSC പ്രിപ്പറേഷൻ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ്? ഹ്യൂമാനിറ്റീസ് പഠിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. ഞാൻ ബയോമാത്സ് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ എന്താണ്, ബയോമാത്സ് പഠിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ പഠിക്കാൻ ഇറങ്ങിയത്. അപ്പൊ എന്നെ പോലെയല്ല, ബാസിമിന് ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ.
അപ്പൊ എന്താ പഠിക്കുമ്പോൾ അതിന് മനസ്സിലാവും, ഓക്കെ ഇത് ഞാൻ ഇപ്പം ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ല, ഭാവിയിൽ സിവിൽ സർവീസിന് വേണ്ടി എനിക്ക് ആവശ്യം വരും. അപ്പൊ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സിവിൽ സർവീസ് ആഗ്രഹം എന്ന് പറയുന്നത് സ്കൂൾ കാലം മുതലുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടായിരിക്കും സ്കൂളിൽ പഠിച്ചപ്പം ഇതൊക്കെ എന്തൊക്കെയോ എന്റെ തലയിൽ കയറി. അപ്പം NCERT-യുമായിട്ട് അധികം മൽപ്പിടുത്തം എനിക്ക് ആവശ്യം വന്നില്ല. ദാറ്റ്സ് വെയർ മൈ സ്കൂൾ ഹെൽപ്പ് മീ. എന്റെ ഓപ്ഷണൽ ജോഗ്രഫി എടുക്കുന്നതിന് സ്കൂളിന് വലിയ റോൾ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ദ. പിന്നെ സെക്കൻഡ് കാര്യം ഞാൻ പറയുന്നത്, ഇപ്പൊ സഫാൻ തന്നെ ഈ സെഷനിൽ സീരിയസ് ആയിട്ടുള്ള സിവിൽ സർവീസ് ആസ്പിറൻസ് എന്ന് സഫാൻ ഉദ്ദേശിക്കുന്ന ആരാണ്? അടുത്ത വർഷം എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിനെയാണ് സീരിയസ് ആയ സിവിൽ സർവീസ് ആസ്പിറന്റ് എന്ന് പറയുന്നത്. ബാസിന് എന്തായാലും ആ പ്രായമായിട്ടില്ല, 21 വയസ്സും ഗ്രാജുവേഷൻ ഇല്ലാതെ എന്തായാലും UPSC ബാസിനകത്ത് കേട്ടില്ല അല്ലെ? അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ ആ സ്കൂൾ ബുക്കുകൾ പഠിക്കുമ്പോൾ ഒരു ഭാവിയിൽ എനിക്ക് ആവശ്യം വരുമെന്നുള്ള ബോധത്തോടെ പഠിക്കുക. സെക്കൻഡ് കാര്യം, ബി അവെയർ ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട് യു. ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ഹാബിറ്റ് ഇൻകൾക്കേറ്റ് ചെയ്യുക. ഇപ്പം എനിക്കറിയാം, ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിന്റെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. ആ ഒരു വിഭാഗത്തിലാകരുത്. യു ഷുഡ് ബി നോയിങ്. ഇപ്പം അഫ്ഗാനിസ്ഥാനില് കാബൂൾ ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നു എന്ന് ബാസിം അറിഞ്ഞിരിക്കണം. പ്രോബ്ലി ബാസിന്റെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള കുട്ടികൾ അറിഞ്ഞില്ലെങ്കിലും ബാസിം അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ദ വേ. ഭയങ്കര വിശകലനമായിട്ട് ഞാനിപ്പോ നേരത്തെ ആരോടോ പറഞ്ഞത് മാതിരി അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ശാന്തി, ഐ ടോൾഡ് ശാന്തി, ശാന്തി, സോ ശാന്തിനോട് പറഞ്ഞതുപോലെ അത്ര ശാന്തി ഈസ് ആക്ച്വലി ഇൻ ടു ദ സീരിയസ് മോഡ്. അതുപോലെ വേണമെന്നില്ല. ബട്ട് യു ഷുഡ് ബി ആൻ അവെയർ പേഴ്സൺ ബിക്കോസ് യു ആർ ഗോയിങ് ടു റൈറ്റ് ദ എക്സാം. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ബി ഡൂയിങ്. സിമിലർലി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഫാത്തിമ ജസ്നി ചോദിച്ചിട്ടുണ്ട്, പ്രിപ്പറേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ വായിച്ചാൽ മതിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. You should be aware എന്നേ ഞാൻ പറയുള്ളൂ. അതിന്റെ മീഡിയം എന്താണ്, that's your decision. ന്യൂസ് പേപ്പർ ആകാം. ന്യൂസ് പേപ്പർ is a very good way. റീഡിംഗ് ഹാബിറ്റ് ഇംപ്രൂവ് ആവും. ഓക്കെ, ഡെൻസി ജിലിമോൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ട്. റിഗാർഡിംഗ് ദീസ് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്തായാലും വേണ്ടി വരൂലേ? അപ്പോൾ അത് നമുക്ക് ഓവർകം ചെയ്യാൻ ബേസിക് നോളജ് പറ്റുമോ? ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ 3 ടെസ്റ്റ്? പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂല് ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് തോന്നുന്നു. ഓക്കെ, ഞാൻ ഇതിൽ എൻ്റെ ഞാൻ തുടക്കത്തിലേ പറയാം. എൻ്റെ ഒരു എക്സ്പോഷർ വേറെയായിരുന്നു. ലെറ്റ് മീ ബി വെരി ഓണസ്റ്റ്, അത് പറയാമല്ലോ. ഞാൻ പുറത്ത് പഠിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ +2 വരെ സൗദി അറേബ്യയിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അവിടെ പഠിച്ചത് കൊണ്ട് തന്നെ അവിടെ എന്റെ സ്കൂളിന് സിവിൽ സർവീസ് ഒരു ബാല്യകാല സ്വപ്നമാകുന്നതിൽ വളരെയധികം റോൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ച ഒരു മിനി ഇന്ത്യ റിപ്രസെന്റ് ചെയ്യുന്ന പല സംസ്ഥാനത്തു നിന്ന് കുട്ടികളുള്ള ഒരു സ്കൂൾ എന്നാണ്. അപ്പം എനിക്ക് എന്താ പറയാ, ഇംഗ്ലീഷ് ലാംഗ്വേജ് വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ദാറ്റ്സ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെയാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സോ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മെയിൻസ് ഇസ് അബൌട്ട് നമ്മൾക്ക് അറിയുന്ന കാര്യം വൃത്തിക്ക് എഴുതുക എന്നുള്ളതാണ്. ഫ്ലവറി ലാംഗ്വേജ് അല്ല. ഫ്ലവറി ലാംഗ്വേജ് ചെയ്ത് UPSC മാർക്ക് തരണം എന്നില്ല. ഇറ്റ്സ് അബൌട്ട് ഹിറ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ, അല്ലേ സഫാൻ? ഇറ്റ്സ് അബൌട്ട് ആ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് എങ്ങനെ ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റിന് ഇംഗ്ലീഷിൽ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് കൊടുക്കണം നിർബന്ധമില്ല. യു ക്യാൻ ഗിവ് ദ ഇന്റർവ്യൂ ഇൻ മലയാളം ഓൾസോ. അവിടെ ട്രാൻസ്ലേറ്റർ മാറ്റും. അങ്ങനെ അല്ല, നിങ്ങൾക്ക് കുറച്ച് ബേസിക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അവിടുത്തെ UPSC ഇന്റർവ്യൂ ബോർഡ് നിങ്ങളുടെ അടിപൊളി ലാംഗ്വേജ് ഒന്നും നോക്കുന്നൊന്നുമില്ല. അതിനവിടെ ഞാൻ ഇന്റർവ്യൂ 2 തവണ പോയിട്ടുണ്ട്. അവര് നിങ്ങൾക്ക് ഒരു കൺവിക്ഷൻ ഉണ്ടോ? നിങ്ങൾ പറയുന്നതിന് ഒരു കൺവിക്ഷൻ ഉണ്ടോ? നിങ്ങൾ ചുമ്മാ ബബബ പറയുവാണോ? നിങ്ങൾ ചുമ്മാ ഗ്യാസ് അടിക്കുവാണോ? നിങ്ങൾ കൺവിക്ഷനോടെയാണോ പറയുന്നത്? കൺവിക്ഷന് ലാംഗ്വേജും വേണ്ട. കൺവിക്ഷൻ ആയിട്ട് ഒരു വ്യക്തിയെ കാണാൻ മിണ്ടണ്ട. അയാളുടെ ബോഡി ലാംഗ്വേജ് തന്നെ റിഫ്ലക്ട് ചെയ്യും. അപ്പോഴാണ് ഭാഷ. സോ ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഗൈസ്, ഡോണ്ട് ബി വെരി വറിഡ് അബൌട്ട് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഒന്നും കാര്യമില്ല. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതായിക്കോളും. നിങ്ങൾക്ക് വേണ്ട ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ വർക്ക് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോണ കാഡറിൽ ചിലപ്പം ഇപ്പം നിങ്ങൾക്ക് ബംഗാൾ കാഡറാണ് കിട്ടിയെങ്കിൽ ബംഗാളി പഠിക്കാണ്ട് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, there is another question. ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ സാധാ ഒരു സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. ഇപ്പൊ 20 വയസ്സായിട്ടുണ്ട്. ഒരു കുട്ടിയുണ്ട് 10 മാസമായിട്ടുള്ള. വെരി കറേജിയസ് ആണ്. 5ാം ക്ലാസ് മുതൽക്ക് തന്നെ IAS എയിം ഉണ്ട്. ബട്ട് 10th and 12th പഠിച്ചു. ആൻഡ് ഐ എം സെറ്റിൽഡ് മൈ ഡെസ്റ്റിനേഷൻ പ്രൊഫഷണൽ ഹ്യൂമാനിറ്റീസ് ചൂസ്ഡ്. IAS എയിം ചെയ്യുന്നുണ്ട്. ഇപ്പൊ BA ഹിസ്റ്ററി കംപ്ലീറ്റഡ് ആൻഡ് ട്രൈങ് ടു ഗെറ്റ് PG. നെക്സ്റ്റ് ടു ഫ്രം വേർ ഐ കൻ സ്റ്റാർട്ട് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഒരു മദർ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ I'll take that only. All of us aspirants are different, അല്ലേ? So yes, you are a mother, you have a baby, so you can see. ഇപ്പം എന്തായാലും what's her name? ഫെബി.
ഫെബി, okay, ഫെബി, if I speak from a societal perspective, സൊസൈറ്റിനെ ഫെബി എന്തായാലും ഹാപ്പി ആക്കി കഴിഞ്ഞു. ഫെബി ഞാൻ ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഫെബി ഫേസ് ചെയ്യില്ല അല്ലേ? സോ ബി ഹാപ്പി അബൌട്ട് ദാറ്റ്. സോ അങ്ങനെ പോസിറ്റീവ് ആകും. ഞാൻ ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഫെബി ഫേസ് ചെയ്യില്ല, ഇനി എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഫെബി ഫേസ് ചെയ്യില്ല. അപ്പൊ ഫെബി ആ കേസിൽ സേഫ് ആയി അല്ലേ? അപ്പൊ ഇനി ആ കിട്ടുന്ന സേഫ്റ്റി വെച്ചങ്ങ് പഠിച്ചു വെക്കോ, ഭയങ്കര സുഖമല്ലേ? BA ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു. സഫാൻ is having history option. You can ask whether optional history if it's interesting. You can decide on optional. And നേരത്തെ ഞാൻ ഒരു ഇപ്പം ഫെവേനോടൊക്കെ പറഞ്ഞത് മാതിരി യു ക്യാൻ അനലൈസ് എവിടെയൊക്കെയാണ് പ്രശ്നമുള്ളത് ആൻഡ് യു ക്യാൻ പ്ലാൻ. പ്രോബബ്ലി ഇപ്പം എന്താ വീട്ടിലിപ്പം ഫോർ എക്സാമ്പിൾ എല്ലാം അമ്മ ചെയ്തു കൊടുക്കുന്ന ഒരു ആസ്പിറന്റിനെ പോലെ ആയിരിക്കില്ല ഫെബ. ഐ മീൻ ഫെബ പേരെങ്കിലും ഫെബി യാ ഫെബി അങ്ങനെ ആയിരിക്കില്ല. ഫെബി പഠിച്ച് കോൺസെൻട്രേറ്റ് ആക്കുമ്പോൾ കുഞ്ഞ് കരയുന്നത്. ഓക്കെ, ദാറ്റ്സ് പാർട്ട് ഓഫ് യുവർ പ്ലാൻ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഫെബി എന്താണ് ആ ആദ്യം പറഞ്ഞ വിഭാഗം കുട്ടികളായിട്ട് ഫെബീനെ കമ്പയർ ചെയ്ത് ടെൻഷൻ അടിക്കരുത്. അയ്യോ ആ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞില്ല, കുട്ടിയില്ല, വീട്ടിലെ കാര്യങ്ങളും ഇല്ല, ആ കുട്ടി കുത്തിയിരുന്ന് പഠിക്കാം. അത് ഞാൻ നേരത്തെ അനുലാലിനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഫുൾ ടൈം ആസ്പിറന്റ് അടുത്ത വർഷം എഴുതിയെങ്കിൽ ഫെബിക്ക് അടുത്ത വർഷം എഴുതാം. IAS എക്സാം എഴുതിയ സർവീസ് കയറിയ പോരെ. And as I said, be happy that പൊതുവെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഫെബി ഫേസ് ചെയ്യുന്നില്ല. So you have time, you have so much of time. ഞാൻ പറയുന്നു you are one of the very safely പഠിക്കാൻ പറ്റുന്ന വ്യക്തികളിലൊരാണ്. പക്ഷേ മാം Okay. Yes. മാം ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻസിലേറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബേബി ആയിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യണോ, ഞാൻ എത്ര കഷ്ടപ്പെടണോ, എത്ര ലോങ് ആയിട്ട് ഇങ്ങനെ ഇതൊക്കെ വേണോ, സിമ്പിൾ ആയിട്ട് മാം ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻസിലേറെ എല്ലാവർക്കും ചോദിക്കാണ്ടാവുക ഒരു ബേബി ആയിട്ടും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യണോ, ഇതൊക്കെ വേണോ, ഇതൊക്കെ കിട്ടുമോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആവും. പക്ഷെ മാം ഒരു ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്റെ ക്വസ്റ്റ്യൻ ഫെബി, is that question coming from your family or outside your house? Because രണ്ടിനും രണ്ട് അപ്രോച്ച് ആണ്. അതെ. ഫെബി മാഡം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ബേബി ആയിട്ടുണ്ട്, ഇനി സിവിൽ സർവീസിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ ബുദ്ധിമുട്ടാകത്തില്ലേ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത് വീട്ടിലുള്ള മെമ്പേഴ്സ് തന്നെയാണോ അതോ പുറത്തുനിന്നുള്ള ഔട്ടർ സൊസൈറ്റി ബാക്കി കുറെ ആൾക്കാരാണോ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് പറയൂ. Okay, I will address that question on Febi's behalf. Okay. ഇപ്പം പുറത്തുനിന്നുള്ളവരാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ I don't think they should ask that question. That is your personal discretion as to whether you should decide. See, that's your life, you should decide. എന്നോട് പലരും പല ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പലരും ചോദിക്കാറുണ്ട്. എന്തിനാ ആവശ്യമില്ലാതെ ഇത്ര ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഒക്കെ പോയപ്പോൾ എന്തിനാ ആവശ്യമില്ലാതെ പഠിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പൊക്കൂടെ. there are many people who ask many questions. എന്തുകാട് കൂടുതൽ എൻ്റെ പേരൻസിനോട് ചോദിച്ചവരുണ്ട്. സോ ഇഫ് ഇറ്റ് എ പേഴ്സൺ ഹു ഇസ് ആസ്കിങ്, നിങ്ങൾ നമ്മളായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ല, വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദിക്കണവരാണെങ്കിൽ I don't think that you should അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തോന്നുന്നില്ല. Now, if that question is coming from your family, I think someone's mic is turned on. Yeah, if that question is coming from your family, again, that's your family. I think talk to them. അവരോട് സംസാരിക്കാം, ഇങ്ങനെയൊക്കെ കാര്യം, സിവിൽ സർവീസ് എന്താണ്, അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയാ, യു ട്രൈ ടു ടോക്ക് ടു ഈച്ച് അതർ. ഫാമിലിക്ക് അകത്തുനിന്നാണ് ആ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ യു ടോക്ക് ടു ദം. നമുക്ക് ഫാമിലി സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് പ്രോസസ്. അപ്പൊ എന്താണ്, അവരോട് സംസാരിച്ച് നോക്കൂ. വൈ ഇസ് ദാറ്റ് മിസ്കൺസെപ്ഷൻ അവരുടെ മനസ്സിലുണ്ട്. ട്രൈ ടു ക്ലിയർ ദാറ്റ് മിസ്കൺസെപ്ഷൻ, വൈ ദേ ഹാവ്. അവർക്ക് ആ ഒരു തെറ്റിദ്ധാരണ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്. യു ട്രൈ ടു പുട്ട് യുവർ പോയി. അപ്പം അവർ വിചാരിക്കുന്നു യു മൈ നോട്ട് ബി ഏബിൾ ടു ഫുൾഫിൽ യുവർ റെസ്പോൺസിബിലിറ്റീസ്. അത് ടെൽ ദം എനിക്ക് പറ്റും. See, that's not important. So അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻസ് ഇതാക്കുക. So if that is from your family. Second is, I understand you are having a baby, you have many responsibilities. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ എൻ്റെ ബാച്ച്മേറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. She is working and she has an 8-year-old child and 5th attempt-ലാണ് കയറിയത്. And there are, trust me, എൻ്റെ ബാച്ചിൽ തന്നെ ഇഷ്ടംപോലെ മദേഴ്സ് ഉണ്ട് ഇത്തവണ. ഇവിടെ കേരളത്തിൽ നിന്ന് ഒരാളുണ്ട്,
അല്ലാണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ മദേഴ്സ് ഉണ്ട്, 2 കുട്ടികളൊക്കെ ഉള്ളവരുണ്ട്. സോ ഐ നോ യു വിൽ ഹാവ് യുവർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ ഐ ഗൈഡ് ഹർ ആൻഡ് ഓൾ. ഷീ ഹാസ് എന്താണ് ഒരു വളരെ വീക്ക് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ഷീ ഹാസ് എ ailing mother, she has a young baby, എല്ലാം ഉണ്ട്. But then somewhere she is planning her work in such a way that she can study. And എന്നെ വിളിച്ച് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്, and she is improving. So you can plan your day, Febi, in such a way that എന്താണ് ചിലപ്പോൾ എല്ലാവരും 8 മണിക്കൂർ പഠിക്കുന്നത് ഫെബിക്ക് ചിലപ്പോൾ 2 മണിക്കൂർ പഠിക്കാൻ പറ്റും. It's okay, you can study that way and you can do. So I think Safwan, I think I addressed her question. Yeah. നിങ്ങള് മാം ഒരു ക്വസ്റ്റ്യൻ കൂടെ. മാം നേരത്തെ ശ്രീധന്യ സുരേഷ് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. പക്ഷെ മാമിന്റെ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിരുന്നു കുറെ പേരോട് കടം ചോദിച്ചപ്പോ ഒക്കെ അച്ഛനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, കുറെ പേരെടുത്ത് കടം വാങ്ങിച്ചിട്ടാണ് പോയത്. അതിന് മനസ്സിലാവുന്നത് കുറച്ച് എങ്ങനെ എത്ര സോഷ്യലി വീക്ക്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും കുറച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണം. അങ്ങനല്ലാതെ നമുക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് IAS അച്ചീവ് ചെയ്യാൻ എന്തെങ്കിലും നമുക്കിപ്പം ലെറ്റ്സ് ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഐ തിങ്ക് ശ്രീധന്യ മാം എന്ത് കണ്ടെക്സ്റ്റിലാണ് പറയുന്നത് അറിയില്ല. ബട്ട് ശ്രീധന്യ മാമിന്റെ കണ്ടെക്സ്റ്റ് എനിക്ക് എന്താണെന്ന് അറിയില്ല. ബട്ട് ആസ് ഐ സെഡ് ഏർലിയർ, പഠിക്കാൻ ഇന്ന് ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് വളരെയധികം, ഇപ്പം ഫെബിക്ക് ഇപ്പം നെറ്റ് കണക്ഷൻ ഉണ്ട് അല്ലേ, ഒരു ബേസിക് സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും. അത് ഇന്ന് ക്ലാസ് ആണ്. കണ്ടന്റ് ഇസ് ദേർ, കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 5 വർഷം മുന്നേ ഉള്ള കണ്ടന്റ് അല്ല ഇപ്പം. പഠിക്കാനുള്ള സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ പൈസ കൊടുത്ത് വാങ്ങണമെന്നില്ല, PDF ആയിട്ട് തന്നെ കമ്പ്യൂട്ടറിലുണ്ട്. അപ്പൊ പഠിക്കാനുള്ള സാധനം നെറ്റിലുണ്ട്, ഇഫ് ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, അതാണ് ഈ ഓൺലൈൻ മീഡിയത്തിന്റെ ഒരു വളരെ വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. പിന്നെ ഐ തിങ്ക് ദർ ആർ മെനി പ്ലേസസ് വിച്ച് ഇസ് ലൈക്ക് അക്നോളജിങ് ദ ഫാക്ട് ദാറ്റ് എല്ലാവർക്കും സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് സിമിലർ അല്ല. സോ ദേ ആർ കണ്ടക്ടിങ് സ്കോളർഷിപ്പ് എക്സാംസ്, 100% സ്കോളർഷിപ്പിൽ കൊടുക്കുന്നവരുണ്ട്. യെസ്, Safwan is also bringing that initiative to help all of you. So yes, there are people acknowledging the internet is a medium which is breaking all those barriers. So yes, you look around. It's not that we are not probably looking into the various options. Various options ഉണ്ട്, ഇന്റർനെറ്റ് ഒക്കെ ഉണ്ട്. ഇന്റർനെറ്റിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഐ തിങ്ക് സഫാൻ യു വിൽ സേ ഇന്റർനെറ്റ് ഇപ്പൊ ഓവർലോഡഡ് അല്ലേ, ഓപ്ഷണലിന് വരെ കാര്യങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് അല്ലേ. പണ്ടൊക്കെ അതുപോലെ ഇല്ല, ഇപ്പം ഉണ്ട് അല്ലേ. സോ ഡിയർ ഫെബി, ഇറ്റ്സ് ദേർ, ഡോണ്ട് വറി. ഫെബിക്ക് എന്താണ് ആസ് യു സെഡ് ആ ഒരു ഇനീഷ്യൽ ചാലഞ്ചസ് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഐ റിപ്പീറ്റ്, ഇഫ് ഇറ്റ് ഇസ് ഔട്ട്സൈഡ് യുവർ ഫാമിലി, ഔട്ട്സൈഡ് യുവർ സർക്കിൾ, ഡോണ്ട് ബോദർ. അത് എന്നോടും ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫെബിയുടെ അടുത്ത് ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എന്നോട് വേറൊരു കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ സിൻസ് ദാറ്റ് വാസ് നോട്ട് ഫ്രം മൈ ഫാമിലി, ഐ ഡിഡ്ന്റ് ബോദർ. And if it is from your family, Febi, you can talk to them. See, family lara, achana parents undavum, spouse parents undavum. Just try talking to them and try to prove that you can do. And you are a graduate, you are already studying. So yeah, so I think somewhere you are better placed, I assume. So yeah, just look around here, it's fine. Okay. Okay ma'am, thank you. Thank you so much. Is it Safwan? Is it? Yeah, clear. Okay, fine. Yeah. So excuse me, ma'am. Yes, ma'am, would you mind to share your contact number if you just ma'am ne budhimuttavillengi? No, I actually am changing my contact number, and the contact number result organization has become a public number. So I will be changing my contact number. Ipo njan number thannalum that number will change. So you can do one thing, I am constantly there on my social media. I am there on Instagram, I am there on Facebook, I am there on Twitter. So that will stay constant. So if you want any doubts, you can drop in a message there. Okay, thank you ma'am. Thank you so much. fine. Facebook ID, everything is my name, Deena Dastagir. Ningala flag paper idile kanda peru thanneyanu, nothing fancy, my name. Okay, fine. So I think നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നുന്നു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആണെന്ന് വിചാരിക്കുന്നു. I think it helped some of you, if not all. Yeah, definitely. ഇത്രയും പേര് ഈ ഒരു 1.5 മണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സെഷൻ കൊടുക്കാൻ പറ്റിയതിൽ ക്രിസ്ല ജോബിനും വളരെ അധികം സന്തോഷമുണ്ട്. കൂട്ടത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ദീന നമുക്ക് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്.
So as part of the students who participated in this program, അവരുടെ പേരിൽ ഞാൻ ദീനക്ക് ഒഫീഷ്യലായിട്ട് ഇവിടെ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സഫ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഇറ്റ്സ് എ പ്ലഷർ ടോക്കിംഗ്. കാരണം എന്താണ് യുനോ ഒരു മലപ്പുറത്ത് നിന്നുള്ള ആസ്പിറൻസ് ആണ്. സോ ഞാൻ യൂഷ്വലി ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് ട്രിവാൻഡ്രത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. സോ വെരി ഹാപ്പി. ഐ എം ക്വൈറ്റ് എക്സൈറ്റഡ് ആസ് വെൽ അബൌട്ട് ദ ഇവന്റ് and I hope it helped all of you. And any queries you can drop a message in my social media. And any apprehensions, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് അപ്രഹെൻഷൻ ആയാലും ജസ്റ്റ് അക്സെപ്റ്റ് ദാറ്റ് വാട്ട് എവർ യു ആർ ഫേസിങ് ഇസ് ക്വൈറ്റ് നോർമൽ. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന NCERT ചെയ്യണോ, നോട്ട് മേക്കിംഗ് ചെയ്യണോ, ടൈം മാനേജ് ചെയ്യണോ, സൊസൈറ്റി ഇങ്ങനെയൊക്കെ പറയുന്നു. സി എവ്രി വൺ ഫേസ്ഡ് ഇറ്റ്. ഐ ആം ഫേസിങ്, സഫാൻ ഇസ് ഫേസിങ്, ഐ ഹാവ് ഫേസ്ഡ്, സഫാൻ ഹസ് ഫേസ്ഡ്. ഇതിന് മുന്നേ വന്ന സീനിയർ ഓഫീസേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഡോണ്ട് ബി വറിഡ് അബൌട്ട് സംതിങ് വിച്ച് ഇസ് നോർമൽ. ഓക്കെ, എവറിത്തിങ് ഇറ്റ്സ് നോർമൽ. ഇങ്ങനെ will you be worried about sun rising tomorrow? It's natural, it's normal. Nikko, ഞാൻ എന്നോട് സഫാൻ എന്തൊക്കെ ഏരിയ പറയണമെന്ന് പറയുമ്പോൾ ഐ ടോൾഡ് സഫാൻ അല്ലേ when we talked in the morning, I know ഈ ഏരിയാസ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. So it was quite easy for me to address. And how was that? കാരണം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ആസ്പിറൻസ് എനിക്ക് ചോദിക്കുന്ന ഡൗട്ട്സ് സിമിലർ ആണ്. So everything is normal. So don't worry dears, it's everything is fine. So all the very best to all of you. I'm sure you all, some of you are going to be civil servants more, and all of you are going to be great citizens. Yeah, surely. So one more thing, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളുണ്ടെങ്കിൽ you can freely at any moment you can contact Crystal Ojhab. നമ്പർ ചാറ്റ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും ഗ്രൂപ്പിലുണ്ടാകുന്ന വിശ്വസിക്കുന്നു. whether you are joining course or not, anything സർവീസുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ പോലെ വൺസ് ആസ്പിറൻസ് ആയിരുന്നു, ഇപ്പോഴും ആസ്പിറൻസ് ആയിട്ട് ചെയ്യുന്നവരാണ് പല ആൾക്കാരും. സോ വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു ഓൾ. സോ നിങ്ങൾക്ക് at any time you can contact us. നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. And if you want any of my strategy videos, there are some of them on YouTube. So yeah, you can just search my name and there are many. Geography optional ഒക്കെ ഉണ്ട്, so you can search. Okay, it's there. I've spoken in detail about each stages of exam just to see how I approached. Again, don't do it blindly. നിങ്ങൾക്ക് accept, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രോസ്പെക്ഷന് ശേഷം നിങ്ങൾക്ക് സൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. Okay. Okay, then I think we can wind up. Thank you all. Okay, thank you so much. Yeah. Thank you so much, Afan. Thank you, and thank you all. Stay safe, stay happy, and all the very best. Thank you, ma'am. Thank you, ma'am. Thank you so much for the session. Thank you, ma'am. Thank you so much.